وارحمنا ولوالدينا ولعلمائنا ولأساتذتنا ولجميع المؤمنين والمؤمنات وارحمنا وإياهم برحمتك يا أرحم الراحمين. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ ലാപ്ടോപ്പിന് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് അല്പം താമസിച്ചത്. ഇപ്പോൾ ഒരു വിധം ഇങ്ങനെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എത്ര സമയം ഉണ്ടാവും എന്നറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് കഴിയുന്നത് വരെ ക്ലാസ് തുടരാം. ഇന്ന് ആദർശ ക്ലാസിൻ്റെ ദിവസമാണല്ലോ. കഴിഞ്ഞ ദിവസം ഇന്നലെ മർമ്മപ്രധാനമായ ഇസ്തിഗാസ, പ്രാർത്ഥന, തൗഹീദ്, ഷിർക്ക് തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മൾ ചർച്ച നടത്തുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യം, ഇസ്തിഗാസയും മഹാന്മാരോട് സഹായാർത്ഥന നടത്തലും ഷിർക്കായിരുന്നുവെങ്കിൽ സ്വഹാബത്ത് ഉൾപ്പെടെ ലോക മുസ്ലിമീങ്ങളിലെ വലിയ ഒരു വിഭാഗം, സ്വഹാബത്തും താബീങ്ങളും ഉൾപ്പെടെ ലോക മുസ്ലിമീങ്ങളിലെ വലിയൊരു വിഭാഗം മുശ്രിക്കുകളാണ്, ഷിർക്ക് ചെയ്തവരാണെന്ന് പറയേണ്ടി വരും. നഅൂദുബില്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഇന്നത്തെ വഹാബികൾ പറയുന്നത് പോലെ അത് ഷിർക്കാണെന്ന് സങ്കല്പിച്ചാൽ ഇസ്ലാമിന്റെ പേരിൽ ഇത്തരമൊരു ഷിർക്ക് വളരെ നേരത്തെ തന്നെ നിലനിൽക്കുന്ന സ്വഭാവമുണ്ടായിട്ട് 7-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു തൈമിയ്യ വരുന്നത് വരെ അതിനെ എതിർക്കാനോ അത് തെറ്റാണെന്ന് പറയാനോ ഷിർക്കാണെന്ന് പറയാനോ തൻ്റെ ഇടമുള്ള ഒറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്ത് പിറന്നില്ല എന്ന് പറയേണ്ടി വരും. അത് വിശ്വസിക്കാൻ ഒരു സാമാന്യ ബുദ്ധിക്ക് സാധിക്കുന്നതല്ല. മൂന്നാമത്തെ ഒരു വിഷയം ഞാൻ ഇന്നലെ പറഞ്ഞൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട നോട്ടുകളാണ് ഇപ്പോൾ പറയുന്നത്. മൂന്നാമത്തെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതിന്റെ രീതി വിശദീകരിക്കുന്ന എല്ലാ ഇമാമിങ്ങളും അവിടെ ചെന്ന് സലാം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കി ദുആ ചെയ്യുകയും തങ്ങളോട് നേരിട്ട് ശഫാഅത്ത് തേടുകയും ചെയ്യണമെന്ന് 4 മദ്ഹബിലെ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി തന്നെ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ വഹാബികൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ഇമാമിങ്ങളും പണ്ഡിതന്മാരും സഹാബത്തും താബീങ്ങളും ഒക്കെ ഷിർക്കിന്റെ വക്താക്കളാണെന്ന് എന്ന് പറയേണ്ടി വരും. നഅൂദുബില്ല. പിന്നെ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് ഞാൻ ഇന്നലെ പറഞ്ഞത്, മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത് വിശ്വാസപരമായ കാര്യങ്ങളായിട്ടാണ് നമ്മുടെ വഹാബികൾ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ വിശ്വാസപരമായ കാര്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ലെന്നും അത് കർമ്മവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെന്നും അഖീദയുടെ കിതാബുകളിലല്ല, നേരെ മറിച്ച് ഫിഖ്ഹിന്റെ കിതാബുകളിലാണ് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതും എല്ലാവരും അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ല, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലല്ലേ ഇന്ന് പുതിയ വിഷയം തുടങ്ങണ്ട്. ഇന്ന് കുറച്ച് സങ്കീർണമായ കേസാ പറയാൻ പോണത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ബാക്കി തന്നെയാണ്. പക്ഷെ ഇന്ന് കൂടുതലും ഇബാറത്തുകളിലേക്ക് പോകേണ്ട ഒരു ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മഹാന്മാരോട് സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കാണ് എന്ന വഹാബി വാദത്തിന്റെ പുറമെ വളരെ കാലമായി വഹാബികൾ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് ഖബറിന്റെ സമീപത്ത് പോകുന്നത് തന്നെ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഖബറിൽ പോകുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അത് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഖബറിന്റെ അടുക്കലേക്ക് സിയാറത്തിന് പോവുക. അത് എന്തിനാ? അത് ആഖിറം ഓർമ്മ വരാനും പരലോകം ഓർമ്മ വരാനുമാണ്. വേറെ ഒരു ഫായിദയും ഏറി വന്നാൽ പിന്നെ ഖബറാളിക്ക് വേണ്ടി ദ്വാരക്കാനുമാണ്. അതിന്റെ അപ്പുറത്ത് ഒരു ഫായിദയും ഖബർ സന്ദർശിക്കുന്നതിൽ ഇല്ല എന്ന് വഹാബികൾ പറയാറുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? മരണത്തെ ഓർക്കാനും ഖബറാളിക്ക് ദ്വാരക്കാനും. അതിന്റെ അപ്പുറം, അതെ, അതിന്റെ അപ്പുറം മറ്റൊരു ഫായിദയും ഖബർ സന്ദർശിക്കുന്നതിൽ ഇല്ല എന്ന് പറയും. എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് വരെ സന്ദർശിക്കേണ്ടതില്ല എന്നാണ് വഹാബി വാദം. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മളെ സലാം സുല്ലമി അന്ന് ജിഷാനോട് പറഞ്ഞത് അല്ലേ? വഹാബി നേതാവായ സലാം സുല്ലമി ജിഷാനോട് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. എന്താ പറഞ്ഞത്? മദീനത്തേക്ക് പോയത് ഏത് മൗലവിനെ കാണാൻ? അഷ്റഫ് മൗലവിനെ കാണാനാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനത്ത് പോയതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയതല്ല, അത് അഷ്റഫ് മൗലവിനെ കാണാൻ പോയതാണ്. നിങ്ങൾ നോക്കണം, വഹാബി മൗലവിമാരെ തൊടിക്കട്ടി. നേരിട്ട് അയാൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ ഫോണിലൂടെ. ഇവിടെ നോക്ക്, ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, വളരെ നേരത്തെ തന്നെ ഉമർ മൗലവി പ്രചരിപ്പിച്ചിരുന്നൊരാശയമാണ്. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് 1971 ഓഗസ്റ്റ് മാസത്തിലെ സൽസബിയിൽ ഉമർ മൗലവി എഴുതുക, അതിനാൽ സിയാറത്തിന്റെ പുണ്യമാഗ്രഹിക്കുന്നവർ സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പ്രത്യേക പുണ്യം പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ സ്വഹീഹായ ഒരെണ്ണം പോലുമില്ല. മിക്കവയും കളവും ചിലത് ലഈഫുമാണ്. കർബലയിലേക്കും നജഫിലേക്കും അജ്മീറിലേക്കും നാഗൂരിലേക്കും പോകുന്നവരും ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കും പോകുന്നവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാവരും ആരാധിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെയാണല്ലോ. കണ്ടോ? സൽസബിയില്ലേ 1971 ഓഗസ്റ്റ് മാസത്തിലെ സൽസബിയിൽ ഉമർ മൗലവി എഴുതിയതാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് സന്ദർശിക്കുക എന്ന് പറഞ്ഞാല് അതിന് അത്ര പുണ്യൊന്നുമില്ലാന്നും ഖബർ അങ്ങനെ സന്ദർശിക്കേണ്ടതല്ലാന്നും, ഖബർ സന്ദർശിക്കുമ്പോ അതിന് മഹാന്മാരുടെ ഖബറിങ്ങ് പോവുക എന്നത് തീരെ ശ്രദ്ധിക്കാൻ പാടില്ലാത്തതാണെന്നും, മാത്രമല്ല സാധാരണ ഖബർ പോയി സന്ദർശിച്ചാൽ മതി, ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം പരലോകത്തെ ഓർക്കലും ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യലുമാണ് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഖബർ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യം വഹാബികൾ പറയുന്നത് പോലെ പരലോകത്തെ ഓർക്കൽ മാത്രമാണെങ്കിൽ ഖബർ സന്ദർശിച്ചാൽ എങ്ങനെ പരലോകത്തെ ഓർമ്മ വരിക? ഒന്ന് പറയുങ്ങൾ. ഖബർ സന്ദർശിച്ചാൽ എങ്ങനെയാണ് പരലോകത്തെ ഓർമ്മ വരിക? മരണത്തെ ഓർമ്മ വരും അല്ലേ? ഖബർ സന്ദർശിക്കുമ്പോൾ മരണത്തെ ഓർമ്മ വരും. അതെങ്ങനെ ഓർമ്മ വരിക? അതെ, ഖബർ ഇങ്ങനെ കാണുമ്പോ പടച്ചോനെ എന്റെ കൂടെ ഇതിലെങ്ങനെ നടന്നിരുന്ന മനുഷ്യനാണല്ലോ ഇപ്പത്, ഇയാളിപ്പോ ഖബറിലായി, ഞാനും ഇതേപോലെ ഒരു ദിവസം ഈ ഖബറിൽ എത്തുമല്ലോ എന്നുള്ള ഓർമ്മ ഖബർ കാണുമ്പോൾ നമ്മളെ കൽബക്ക് വരും. അതാണ് ഖബർ സന്ദർശിച്ചാൽ പരലോകം ഓർമ്മ വരും, മരണം ഓർമ്മ വരും എന്നൊക്കെ പറഞ്ഞതിന്റെ പൊരുള് അല്ലേ? അപ്പൊ ഇത് ഖബർ സന്ദർശിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫായിദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ വഹാബികൾ പറഞ്ഞതുപോലെ ഇത് മാത്രമാണ് ഖബർ സന്ദർശനത്തിന്റെ ഫായിദ എങ്കിൽ മുസ്ലിമിന്റെ ഖബർ തന്നെ സന്ദർശിക്കണോ? ഒരു അമുസ്ലിമിന്റെ ഖബർ സന്ദർശിച്ചാലും കിട്ടൂലേ ഈ ഫായിദ? കിട്ടൂലേ? ഒരു അമുസ്ലിമിന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ അല്ലാഹ് എന്റെ അയലക്കത്ത് താമസിക്കുന്ന മനുഷ്യനാണ്, ഞങ്ങൾ എത്ര അടുത്ത് പെരുമാറി കഴിഞ്ഞതാ, ഇപ്പതാ ഇന്ന് അയാള് മണ്ണിന്റെ ഉള്ളിലാണ്, നാളെ ഞാനും അങ്ങനെ ആവുമല്ലോ, കണ്ടോ? ആ ഓർമ്മ അപ്പോഴും കിട്ടും അല്ലേ? ഇനി പോട്ടെ ഒരു അമുസ്ലിമായ മനുഷ്യനല്ല, നമ്മളെ വീട്ടിലൊരു പോത്ത് ചത്തു, അല്ലെങ്കിൽ ഒരു പൂച്ച ചത്തു, അല്ലെങ്കിൽ ഒരു കോഴി ചത്തു, ഇങ്ങനെ ഏതെങ്കിലും ഒരു ജീവി എത്തപ്പോ അതിനെ പുരണ്ട ബേക്കിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടു. ആ കുഴിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ പടച്ചോനെ ഇന്നലെയും കൂടി എന്റെ ആലേന്ന് നന്നായി പുല്ലുന്ന പശുക്കുട്ടിയാണല്ലോ ഇത്, എന്താ ചെയ്യാ, ഇത്ര ഉള്ളു ഇതിന്റെ കാര്യം, ഇന്നിപ്പോ അത് 6 അടി മണ്ണിലാണല്ലോ കിടക്കണത്, നാളെ എന്റെ അവസ്ഥ ഇപ്പൊ തന്നെയുള്ള വരാൻ പോണത് എന്ന് അവിടെയും ചിന്ത വരൂലേ അല്ലേ? അപ്പൊ പരലോകത്തെ ഓർക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കലും മാത്രമാണ് ഖബർ സന്ദർശനത്തിന്റെ ഗുണമെങ്കിൽ
സന്ദർശിക്കപ്പെടുന്ന ഖബർ മുഅ്മിനീന്റേതാകണം എന്ന നിബന്ധനക്ക് യാതൊരു സാധ്യതയും കാണുന്നില്ല. അതേപോലെ തന്നെ സന്ദർശിക്കപ്പെടുന്ന ഖബർ ഒരു മനുഷ്യന്റേതാകണം എന്ന നിബന്ധനക്കും യാതൊരു സാധുതയും കാണുന്നില്ല. മാത്രമല്ല, ഖബറാളിക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യലാണ് ഖബർ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് നമ്മളെ വഹാബികൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ സന്ദർശിക്കുമ്പോൾ ഖബറാളികൾക്ക് എങ്ങനെയാണ് സലാം ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം തിർമിദിയുടെ റിവായത്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ, അസ്സലാമു അലൈക്കും ദാറഖൗമിൽ മുഅ്മിനീൻ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഅ, അല്ലേ? അതുപോലെ ഒരു റിവായത്ത് കാണാം, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. കണ്ടോ, നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹുവിനോട് ഞങ്ങൾ സുഖം ചോദിക്കുന്നു എന്ന് ഖബറിന്റെ അടുത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ച വാചകത്ത് കാണുന്നു. അപ്പൊ ഈ വാചകത്തിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഖബറാളികളോടാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞത് ഖബറാളികളോടാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് ആർക്കാണ്? ഖബർ സന്ദർശിക്കുന്നവർക്കാണ്. അപ്പൊ ഖബറിന്റെ അടുത്ത് ദ്വാരക്കാൻ പോണത് ഖബറാളികൾക്ക് വേണ്ടി മാത്രമേ അവിടുന്ന് ദ്വാരക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശരിയാവോ? ഇത് ശരിയാവോ? ഇല്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമ്മളെ വഹാബികൾക്ക് ഖബറിലുള്ളവർ കേൾക്കൂലേ എന്ന് വേറൊരു പ്രധാനപ്പെട്ട സംശയം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആദർശ ക്ലാസ്സിൽ അന്ന് തീർത്തു കൊടുക്കാം. ഇപ്പൊ ഞാൻ അത് പറഞ്ഞാൽ നമ്മളെ റൂട്ട് തെറ്റിപ്പോവും. ഇപ്പോ ഞാൻ പറയുന്ന വിഷയം, ലോകത്തെ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണേ, ലോകത്തെ മുസ്ലിമീങ്ങൾ സ്വഹാബത്തും താബിഈങ്ങളും അടക്കമുള്ള അതുപോലെ ഇസ്ലാമിക ലോകത്ത് തിളങ്ങി നിന്ന പണ്ഡിതന്മാർ ഖബർ സന്ദർശിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കേരളത്തിലെ വഹാബികൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നതിന് പ്രത്യേക പുണ്യൊന്നുമില്ല എന്നാ. കണ്ടോ, വഹാബികളുടെ ചിന്താഗതി അങ്ങനെയാണ്. കാരണം എന്താ? ശരിയാണ്, ആഖിറത്തിനെ ഓർക്കാനാണല്ലോ. ആഖിറത്തിനെ ഓർക്കണമെങ്കിൽ ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങൾക്ക് പോകണം, സ്വന്തം നാട്ടിലെ ഏതൊരു ഖബറിന് പോയാൽ പോരെ? അല്ല, വേറൊന്നുകൂടി ചിന്തിക്കണം. ആഖിറത്തിനെ ഓർക്കലാണ് ഖബർ സന്ദർശിക്കുന്നത് എങ്കിൽ മദീനത്ത് പോയ ഒരാൾ മസ്ജിദുൻ നബവിന്ന് പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കാരണം എന്താ? അവിടെ ഖബർ കാണൂടില്ല. അപ്പൊ അവിടെ ചെലവഴിക്കണ നേരം കുറച്ചിപ്പുറത്ത് പോയിട്ട് ജന്നത്തുൽ ബഖീക്ക് ഇങ്ങനെ നോക്കിയാൽ കുറെ ഖബർ ഇങ്ങനെ കാണാം. അപ്പൊ അവിടെ ചെന്നിട്ട് പടച്ചോനെ ഞാനും ഇതേമാതിരി ഒരു ദിവസം ആകുമല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതല്ലേ മെച്ചം. അപ്പൊ വഹാബി പറയുന്നത് പോലെ ആഖിറം ഓർമ്മ വരലും പരലോകം ഓർമ്മ വരലുമാണ് ഖബർ സന്ദർശനത്തിന്റെ ലക്ഷ്യമെങ്കിൽ മദീനത്തെ പള്ളിയിൽ പോയ ആൾക്ക് പോലും എന്താവശ്യമില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്ങ നിൽക്കുന്നതിനേക്കാൾ മെച്ചം ജന്നത്തുൽ ബഖീയിൽ പോയി സിയാറത്ത് ചെയ്യാന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് ആ മണ്ണിങ്ങനെ കാണുമ്പോൾ ഖബർ ഓർമ്മ വരുന്നത് പോലെ കാണാത്തോടത്ത് നിന്നാ ഓർമ്മ വരൂലല്ലോ. അപ്പൊ അതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് വഹാബി പറയേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കേരളത്തിലെ വഹാബികളിൽ പലരും ഹജ്ജ് കഴിഞ്ഞാൽ മദീനത്തേക്ക് പോകുമ്പോൾ എല്ലാവരും പോകുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പോകും. തീവ്രവാദികളായ ചിലരോട് നിങ്ങൾ എന്തിനാ പോയതെന്ന് വെച്ചാൽ ഞങ്ങൾ ടൂറ് പോയതാണ് എന്ന് പറയും. സലാം സുല്ലമിയെ പോലുള്ള കുറച്ചും കൂടി മെച്ചപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഓര് പറയും എന്ത്, ഞങ്ങള് അഷ്റഫ് മൗലവിനെ കാണാൻ പോയതാണ് എന്നൊക്കെയാണ് പറയും. മദീനത്തേക്ക് പോയതേ അഷ്റഫ് മൗലവിനെ കാണാൻ പോയതാന്നൊക്കെ പറയും. നഊദു ബില്ലാഹ്, അവരെ വർത്താനം കേട്ട എന്താ ചെയ്യാ? പക്ഷെ നമുക്കൊരു ചോദ്യമുണ്ട്. സാധാരണ വഹാബികളോട് നിങ്ങൾ എന്തിനാ മദീനത്ത് പോയത് ചോദിച്ചാൽ എന്താ പറയാ? നിങ്ങൾ ഓരോടാ ചോദ്യം. സലാം സുല്ലമിനോട് നമുക്ക് ഒരു ചോദ്യമില്ല. മൂപ്പരെന്താ പറഞ്ഞ? അഷ്റഫ് മൗലവിനെ കാണാൻ പോയതാണ് എന്നാ മദീനത്ത് പോയതേ. അവിടെ മൂപ്പരോടൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, മൂപ്പരവിടെ ഇരിക്കട്ടെ. അതേ സ്ഥാനത്ത് സാധാരണ മൗലവിമാര് എന്തിനാ നിങ്ങൾ മദീനത്തേക്ക് പോയതെന്ന് ചോദിച്ച പോലെ പറയുന്നത് നിങ്ങള് മദീനത്തെ പള്ളിക്ക് പോകുന്നത് നല്ലതാ. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പള്ളിക്കൊക്കെ അല്ലാതെ പോകാൻ പാടില്ലാറുണ്ട്. അതിലൊരു പള്ളിയാണ് മദീന പള്ളി. അവിടെ പോയെന്താ ഗുണം? അവിടെ പോയ ഗുണുണ്ട്. ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പുണ്യമാണ് മദീനത്തെ പള്ളിയിൽ പോയത്. എന്ത്? ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പുണ്യമാണ് മദീനത്തെ പള്ളിയിൽ പോയത്. അത് കിട്ടാനാണ് പോണതെന്നാണ് നമ്മളെ മൗലവിമാര് പറയല് കേട്ടോ. സലാം സുല്ലമിന്റെ ഗ്രേഡ് കണ്ട് എത്തിയിട്ടില്ലാത്ത, വിലായത്തിന്റെ മർത്തബയ്ക്ക് എത്തിയിട്ടില്ലാത്ത മൗലവിമാരുണ്ടല്ലോ, ഓലങ്ങനെ പറയാ പള്ളി സിയാറത്ത് ചെയ്യാനാ, ആ പള്ളി സന്ദർശിക്കാനാ, ആ പള്ളി കയറി റക്അത്ത് നിസ്കരിച്ച്
നിസ്കരിച്ചിരിക്കുകയാണെങ്കിൽ എത്ര കൂലിയുണ്ട്? 1000 റക്അത്തിന്റെ കൂലിയുണ്ട്. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയും. പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾ എവിടുന്നായി പോണത്? നിങ്ങൾ എവിടുന്നായി പോണത്? ഹജ്ജ് കഴിഞ്ഞിട്ടാ പോണത്. ഹജ്ജ് എവിടെ? മക്കത്ത്. ആ മക്കത്തുണ്ടല്ലോ ഒരു പള്ളി, മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാം പറഞ്ഞ പള്ളിക്ക് വല്ല പ്രത്യേകതയുണ്ടോ? അവിടെ റക്അത്ത് നിസ്കരിച്ച അത്രേ കൂലി? നിങ്ങളോടനെ ചോദിച്ചാൽ നിങ്ങൾ ഒരു ലക്ഷമാണ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ 1 ലക്ഷം കൂലി കിട്ടുന്ന സ്ഥലത്ത് 2 ദിവസം കിട്ടുമെങ്കിൽ ആ 2 ദിവസം കൂടി അവിടെ ഇരുന്നൂടെ? നിങ്ങൾ ആ നേരത്ത് മദീനത്തേക്ക് പോയിട്ട് 1000 കിട്ടുന്നിടത്തേക്ക് എന്തിനാ പോകാൻ നിൽക്കണത്? പണ്ടൊരു ചങ്ങായി പറഞ്ഞല്ലോ, ശമ്പളം പറഞ്ഞപ്പോ 1000 തന്നാ ഞാൻ ഈ പണിക്ക് അവിടുത്തെ വഹാബികളുടെ കാഴ്ചപ്പാടിൽ അവിടുത്തെ കൂലി 1 റക്അത്തിന് 1000 റക്അത്തിന്റെ പുണ്യം. അത് കിട്ടാൻ വേണ്ടി എവിടുന്നാ പോണത്? പുതിയ റൂം എടുക്കണ്ടേ? അതിന് എത്ര ബുദ്ധിമുട്ടായിട്ട് ഇവിടെ അങ്ങോട്ട് യാത്ര ചെയ്ത് പോകണം ഈ 1000 റക്അത്തിന്റെ പുണ്യം കിട്ടാന്. എന്നാൽ അത് കിട്ടാൻ വേണ്ടി പോണത് ഇവിടുന്ന് 1 ലക്ഷം പുണ്യം കിട്ടണ മക്കത്തുനിന്ന്. പൊന്നാര ചങ്ങായിമാരെ, നിങ്ങളെക്കാട്ടും വലിയ വിഡ്ഢികൾ വേറെ ലോകത്തുണ്ടാവോ? നിങ്ങളെപ്പോലെ വിഡ്ഢികൾ ലോകത്ത് വേറെ ഉണ്ടാവോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയും, ഈ വർത്താനൊക്കെ നിങ്ങൾ ആരോടെ ഈ പറയുന്നത്? അതുകൊണ്ട് ശ്രദ്ധിച്ചോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹജ്ജ് കഴിഞ്ഞാൽ മദീനത്തേക്ക് പോകും. പോണെന്തിനറിയോ? അഷ്റഫ് മൗലവിനെ കാണാനല്ല എടാ, അല്ലെങ്കിൽ ടൂർ പോകല്ല. അങ്ങനെ ഞങ്ങൾ പോണെന്തിനറിയോ? മദീനത്തെ പള്ളിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മെഹ്റാബിന്റെ ഭാഗത്തുള്ള ഖിബലയുടെ ഭാഗത്തുള്ള വാതിലിൽ ഇത് എഴുതി വെച്ചത് കാണാം. ഉണ്ടോ? ഏത്? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ എന്ന് പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങളിൽ നിന്ന് ഹദീസിന്റെ അർത്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഈ ഹദീസിന്റെ അർത്ഥം ഒരു മുഅ്മിനായ മനുഷ്യൻ, അവന്റെ കൽബിൽ ഈമാനുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ കൽബ് സദാസമയവും മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങളെ കാണാൻ വന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നവരുണ്ട്. തങ്ങളെ വഫാത്തിന്റെ ശേഷം സ്വഹാബത്തിനെ കാണാനും അവരിൽ നിന്ന് പഠിക്കാനും വന്നവരുണ്ട്. മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് വരുന്ന മുഅ്മിനീങ്ങളുണ്ട്. ഇത് ഈമാനിന്റെ അടയാളമാണ്. അതാണ് ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ശർഹ് മുസ്ലിമിൽ വിവരിച്ചത് കാണാം. കണ്ടോ? ഇമാം നവവി അങ്ങനെ പറഞ്ഞത്. അപ്പോ മദീനത്തേക്ക് സിയാറത്തിന് പോകണമെന്നത് നബി ഇമാമിന്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമാണോ? ഇനി വഹാബികൾ അങ്ങനെ പ്രചരിപ്പിച്ചേക്കാം. അതിലാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടി വരും. കേട്ടാ? ആ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ഷരീഫിന്റെ അടുക്കലേക്ക് ആരൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു. ഇന്നലെ ഞാൻ 1-2 സംഭവം പറഞ്ഞു, നിങ്ങൾ മറക്കണ്ട. അതായത് ഇന്നലെ പറഞ്ഞ 1-2 സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒന്ന്, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഷാമിൽ നിന്ന് 7 ദിവസം കൊണ്ട് മദീനയിലേക്ക് വന്നു. തിരിച്ചു പോകുമ്പോ അത്ര വഴിദൂരം സഞ്ചരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അതൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ദ്വാരന്നു, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടി. ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഖബറിന്ന് പോണത് തെറ്റാണെന്നും ശിർക്കാണെന്നും പഠിപ്പിക്കണ വഹാബികളെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അങ്ങനെ പോയതിന്റെ ഫലം കൊണ്ട് ഇങ്ങോട്ട് 7 ദിവസം കൊണ്ട് എത്തിയ ദൂരം തിരിച്ച് സഞ്ചരിച്ചപ്പോ 2.5 ദിവസം കൊണ്ടാ എത്തിയത്. തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തല്ലോ. വേറെയും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചല്ലോ അല്ലെ? ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു. ഒന്ന് മറക്കണ്ടോ, എഴുതിച്ചോളി, മറക്കണ്ട, എണ്ണം നമ്മൾ മറക്കരുത്. രണ്ടാമത്, ഇന്നലെ ഞാൻ വേറൊന്ന് പറഞ്ഞിരുന്നു. എന്താ ഇന്നലെ ഞാൻ വേറൊന്ന് പറഞ്ഞത്?
ഏ ഇന്നലെ വേറൊന്ന് പറഞ്ഞിരുന്നു. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ കാലം മുസനി എന്ന സ്വഹാബി റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വന്നത് ഇന്നലെ പറഞ്ഞിരുന്നു, മറന്നോ? ഉമർ അള്ളാഹിന്റെ കാലത്താണത്, സ്വഹാബത്തിന്റെ കാലത്താണ്. അപ്പോ ഖബറിങ്കൽ വന്നത് ആരാ? വന്നിട്ട് യാ റസൂലല്ലാഹ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ വന്നത് ഒന്നുക്ക സ്വഹാബി അല്ലെങ്കിൽ താബി, ആളാകാനേ നിവൃത്തിയുള്ളൂ. കാരണം റസൂലുള്ളാഹിനെ റസൂലായി അംഗീകരിക്കുന്ന ആളാണല്ലോ വന്നത്. അതുകൊണ്ടല്ല യാ റസൂൽ അള്ളാഹ് വിളിച്ചത്. അത് ഉമർ റളിയല്ലാഹുവിന്റെ ഭരിക്കണ കാലത്താണല്ലോ. അപ്പൊ ഒന്നിരിക്കൽ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളെന്നെ, അല്ലെങ്കിൽ സ്വഹാബികളെ കണ്ട താബിഈ, രണ്ടാലൊന്നാകാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ ഇങ്ങനെ രണ്ട് സാധ്യത നിലനിൽക്കുമ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, വറവാ സൈഫുൻ ഫിൽ ഫുതൂഹി അന്നല്ലദീ ജാഅ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനിയു അസ്സഹാബിയു. സഹാബിയായ ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് വന്ന് ഇസ്തസ്ഖിൽ ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ സ്വഹാബി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു. ഇനി അത് ആരാന്നുള്ളതിൽ തർക്കമുണ്ട് എന്നിരിക്കട്ടെ, എന്നാൽ തന്നെ ഒന്നിരിക്കൽ സ്വഹാബി അല്ലെങ്കിൽ താബി രണ്ടല്ലാതെ മൂന്നാമത്തെ ഒരാളാവൂല, ഉറപ്പാണത്. കണ്ടോ? പിന്നെ ഞാൻ ഇന്നലെ വേറൊന്ന് പറഞ്ഞിരുന്നു. എന്താണ് വേറൊന്ന് പറഞ്ഞത്? ഹിജറ 53 ഇബ്നു സിയാദ് ഉമ്മുൽ കുൽസൂമിന്റെ വേറൊന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഇബ്നു സിയാദ് മദീനയിലേക്ക് ഭരണം നടത്താൻ വേണ്ടി വരുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബിയങ്ങളും അടക്കമുള്ള ആളുകൾ മദീനത്ത് ഒരുമിച്ച് കൂടി അതിനെതിരെ ദുആ ചെയ്യാൻ അന്ന് മുന്നിൽ നിർത്തിയത് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ നിർത്തി. എന്നിട്ട് അവര് ദുആ ചെയ്തു. അന്ന് ദുആ ചെയ്തവർ പറഞ്ഞു, വലാദു ബിഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, വലാദു ബിഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസത അയ്യാമിൻ. കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്ങലാണ് ഈ വിഷയത്തിന് പരിഹാരം തേടിക്കൊണ്ട് അവർ അഭയം തേടിയത്. എത്ര ദിവസം? 3 ദിവസം. അന്ന് അവരെ മുന്നിൽ നിന്ന ആളാരാ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. കണ്ടോ? ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന മുത്തബിഉ സുന്നയാകുന്ന സ്വഹാബിയുടെ നേതൃത്വത്തിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോ കണ്ടോ, സ്വഹാബത്ത് അന്ന് പഠിപ്പിച്ചത് എന്താ? ഒരു പ്രശ്നം വരുമ്പോ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് പോകാൻ. കേട്ടോ? നമ്മളെ വഹാബികൾ പറയും അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. കേട്ടോ? സ്വഹാബത്തും താബിയങ്ങളും അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്ക്, ഇനി എന്താ വേണ്ട? ഇന്നലെ ഞാൻ വേറൊന്നുകൂടി പറഞ്ഞിരുന്നു. അതെന്താ? ആയിഷ ബീവിന്റെ സഹോദരി ഉമ്മു കുൽസൂമിന്റെ സംഭവം അല്ലേ? അവരെന്താ പറഞ്ഞത്? ആയിഷ ബീവിയോട് പറഞ്ഞു, ഇക്കല്യാണങ്ങൾ നടത്താൻ നിൽക്കണ്ട, ഇക്കല്യാണങ്ങൾ നടത്തുകയാണെങ്കിൽ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി കരയുന്ന പറഞ്ഞത്. കണ്ടോ? ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി കരയുന്ന പറഞ്ഞത്. അപ്പൊ എന്താ സംഭവിച്ചേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്ങ പോയി കരയുന്ന പറഞ്ഞപ്പോ നമ്മളെ വഹാബി പറഞ്ഞേ ഖബറിങ്ങക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്നാ. ഖബറിങ്ങക്ക് കരയാൻ പോവുക? ഇതെന്ത് പണിയാന്നാ ഓര് ചോദിക്കണത്. മനസ്സിലായില്ലേ? സ്വഹാബത്തിനും താബിയങ്ങൾക്കും ഇമാമിയങ്ങൾക്കും ലോകത്തെ മുസ്ലിമീങ്ങൾക്കും ഒന്നും തിരിയാത്ത ഒരു ദീനാണ് വഹാബി പഠിപ്പിക്കുന്നത്. സംഭവങ്ങളെ നമ്പർ ഇട്ട് ചോദിട്ടോ, നമ്പർ മറക്കണ്ട. ഇപ്പൊ എത്രണ്ണായി? 4 എണ്ണോ 5 എണ്ണോ? ഇപ്പൊ എത്രയായി? 4 ഓ 5 ഓ? ഇപ്പൊ എത്ര ആയത്? 4 അല്ലേ? പിന്നെ 5-മത്തെ ഞാനൊന്ന് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? 5-മത്തത് അബ്ദുല്ലാഹ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു താബികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരിൽ പെട്ടവരാണ്. ഇമാം മുസ്ലിമിന്റെ ഉസ്താദുമാരിലും പെട്ടവരാണ്. കേട്ടോ? അതിലെന്താ ഉള്ളത്? താബികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് വല്ല വിഷമവും വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ഷരീഫിന്റെ അടുത്ത് എന്നിട്ടാണ് ഇതിന് പരിഹാരം തേടല്. കേൾക്കുന്നുണ്ടോ? കേട്ടില്ല? കേട്ടോ? ഹദീസ് വായിച്ചരാ. സിയറു അലാമിൻ നുബലയില് ഹാഫിദുൽ ദഹബി പറയാ,
എന്താ പറയുന്നത്? ഹാഫിദു ദഹബി പറയുന്നത് എന്താ അത്? എന്താ പറയണത്? എവിടെ? ഖാന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ. ഇത് സനദടക്കാ പറയുന്നത് കേട്ടോ. സിയറു അഅ്ലാമുൻ നുബലയില് ആരാ പറയണത്? ഹാഫിദു ദഹബി. അതുപോലെ താരീഖുൽ ഇസ്ലാമിലുണ്ട് ദഹബിന്റെ. അതേപോലെ തന്നെ താരീഖു ദിമഷ്കിലും ഇത് കാണാം. എന്താ ഉള്ളത്? ഖാന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ യജ്ലിസു മഅ അസ്ഹാബിഹി ഖാല ഫകാന യുസീബുഹു സുമാത്തുൻ ഫകാന യഖൂമു. കണ്ടോ? കമാ ഹുവ ഹത്താ യലഉ ഖദ്ദഹു അലാ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ യർജിഉ ഫഉതിബ ഫീ ദാലിക ഫഖാല ഇന്നഹു യുസീബുനി ഖത്റത്തുൻ ഫഇദാ വജദ്തു ദാലിക ഇസ്തഗ്സ്തു ബിഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ടെൻഷൻ ഇങ്ങനെ കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്ന് അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറുകൾ തന്റെ മുഖം വെച്ച് ചുംബിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരുന്നത്. കണ്ടോ? ഖാന ഇബ്നുൽ മുൻകദിർ യുസീബുഹു സുമാത്ത് ഫകാന യഖൂമു ഫയലഉ ഖദ്ദഹു അലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല ഇന്നഹു യസ്തശ്ഫി ബിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗം വരുമ്പോ അതിന് ചികിത്സിക്കാനാണ്, അതായത് ഈ പറഞ്ഞ മാനസികമായ വിഷാദം അല്ലെങ്കിൽ ടെൻഷൻ അത് മാറാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ ചെന്ന് അവിടെ മുഖം വെച്ച് ചുംബിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരുപാട് കിതാബുണ്ട്. ഖുലാസത്തുൽ വഫയിലുണ്ട്, താരീഖുൽ ഇസ്ലാമിലുണ്ട്, താരീഖു ദിമഷ്കിലുണ്ട്, സിയറു അഅ്ലാമുൻ നുബലയിലുണ്ട്. അങ്ങനെ കുറെ കിതാബുകളിലുണ്ട് കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? അബ്ദുല്ലാഹ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു എന്ന ഇമാം ബുഖാരിന്റെ മുസ്ലിമിന്റെ ഒക്കെ ഉസ്താദ്, അവർക്കും ഈ വിഷയത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവർക്കും ഈ വിഷയത്തിൽ എന്തില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബത്ത് ഒന്നടങ്കം മദീനത്തെ പള്ളിയിൽ അഭയം തേടിയത് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ ഇനി കാണാം വേറൊന്ന്. താരീഖു ദിമഷ്ക് തന്നെ മറ്റൊരു സംഭവം കാണാം. എന്താണ് അതിലുള്ളത്? അതിലുള്ളത് കേട്ടോളൂ. താരീഖു ദിമഷ്കിന്റെ 56-ാമത്തെ വാള്യം 60-ാമത്തെ പേജ്. അതിൽ കേട്ടോളൂ, ഒരു സംഭവം വായിച്ചു തരാം. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. എന്താണ് ഉള്ളത് കേട്ടോളൂ. അഖ്ബറനാ അബൂ മുഹമ്മദ് ഹിബത്തുല്ലാഹ് ഇബ്നു അഹ്മദ് ഇബ്നു താവൂസ് അഖ്ബറനാ തുറാദ് ഇബ്നു മുഹമ്മദ് അഖ്ബറനാ അബുൽ ഹുസൈൻ ഇബ്നു ബിശ്ർ അഖ്ബറനാ അബൂ അലി ഇബ്നു സഫ്വാൻ അഖ്ബറനാ അബൂ ബക്കർ ഇബ്നു അബി ദുനിയ ഹദ്ദസനി മുഹമ്മദ് ഇബ്നു ഹുസൈൻ ഹദ്ദസനി അബുൽ മുസ്അബ് ഹദ്ദസനി അൽ മുൻകദിർ ഇബ്നു മുഹമ്മദ് അന്ന റജുലൻ മിൻ അഹ്ലിൽ യമൻ ഔദഅ അബാഹു 80 ദീനാറാ. കണ്ടോ? യമനിയായ ഒരാള് അബ്ദുല്ലാഹ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാ പറയണത്. എന്റെ വാപ്പ അബ്ദുല്ലാഹ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ പ്രമുഖനും ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ടവരുടെ മകൻ പറയാ, എന്റെ വാപ്പയുടെ കയ്യിൽ യമനിയായ ഒരാള് 80 ദീനാറ 80 ദീനാറ് ഏൽപ്പിച്ചു, സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ. വഖറജ യുരീദുൽ ജിഹാദ, അയാൾ യുദ്ധത്തിന് വേണ്ടി പോയി. വഖാല ലഹു, പോകുമ്പോ വാപ്പാനോട് പറഞ്ഞു, ഇൻഹ്തജത ഇലൈഹ ഫംഫിഖ്ഹ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതെടുത്ത് ഉപയോഗിച്ചോളി, പ്രശ്നമൊന്നുമില്ല. ഇലാ അൻ നാത്തി ഇൻഷാ അല്ലാഹ്, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഉപയോഗിച്ചോളി, ഞാൻ വന്നാ തന്നാ മതിയായിരുന്നു. അങ്ങനെ വഖറജ റജുലു, അദ്ദേഹം പോയി, യമനി പോയി. വഅസാബൽ മദീനത സനത്തുൻ വജുഹുദുൻ, മദീനയിൽ വലിയ ഭക്ഷ്യക്ഷാമം നേരിട്ടു. ഫഅഖ്റജഹ അബി, ഭക്ഷ്യക്ഷാമം നേരിട്ട് വളരെ ക്ഷാമുണ്ടായപ്പോ എന്റെ വാപ്പ ആ യമനി കൊടുത്ത 80 ദീനാർ എടുത്തു. ഫനഫഖഹ, അത് ചെലവഴിച്ചു. ഖാല,
അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹു മാം പറയാ ഫലം യൽബസിർ റജുലു അൻ ഖദിമ വതലബ മാലഹു, വല്ലാതെ താമസിക്കാതെ ആ യമനിയായ മനുഷ്യൻ തിരിച്ചെത്തുകയും തന്റെ 80 ദീനാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഫഖാല ലഹു അബി ഉദ് ഇലാ ഗദ്, കണ്ടോ ബാപ്പ പറഞ്ഞു നാളെ വരികയായിരുന്നു, നാളെ വരെ കാത്തുക്കാൻ പറഞ്ഞു, നിങ്ങൾ നാളെ വരീന്നു പറഞ്ഞയച്ചു. കാല, അങ്ങനെ നാളെ വരാൻ പറഞ്ഞപ്പോ നാളെ വരും ആള്, 80 ദീനാർ കൊടുക്കണം. അങ്ങനെ വാപ്പ എന്താ ചെയ്തത്? അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹു മകൻ പറയാ വബാത ഫിൽ മസ്ജിദി മുതലവ്വിദൻ ബിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറത്തൻ വബിമിൻബരിഹി മറത്താ, കണ്ടോ ഹത്താ കാദ യസീഹു, കണ്ടോ എന്താ സംഭവിച്ചത്? വബാത ഫിൽ മസ്ജിദി, അന്ന് വാപ്പ പള്ളിയിൽ തന്നെ കൂടി. പള്ളിയിൽ എന്താ പണി? മുതലവ്വിദൻ ബിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്ങൽ അഭയം തേടി. മറത്തൻ, ചിലപ്പോൾ, വബി മിമ്പരിഹി മറ, ചിലപ്പോൾ റസൂലുള്ളാഹിന്റെ മിമ്പറും വരും. കണ്ടോ മിമ്പറിന്റെ അടുത്തേക്കാണ് ചെല്ലും, അവിടെ നിന്ന് കുറെ ദ്വാരക്കും. ഖബറിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, അവിടെ നിന്ന് കുറെ ദ്വാരക്കും. ഹത്താ കാദ യസീഹു, അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചട്ട് ദ്വാരക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഫൈദാ ശഖ്സുൻ ഫി സവാദി, അങ്ങനെ ഇത് ആവർത്തിച്ചപ്പോൾ ആ ഇരുട്ടത്ത് ഒരു മനുഷ്യന്റെ രൂപം ഇങ്ങനെ കാണുന്നുണ്ട്. യഖൂലു ലഹു ദൂനക്കഹായ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഖാലഫ മദ്ദയദഹു ഫൈദാ ശർറത്തുൻ ഫിഹാ സമാനൂന ദീനാറാ, ഇതെടുത്തോ, ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഇരുട്ടത്ത് തിരിച്ചറിയാത്ത സമയത്ത് ഒരാള് ഇങ്ങനെ കൊടുക്കുക. അവ നീട്ടി വാങ്ങിയപ്പോ ഇതിലെന്താ ഉള്ളത്? ഒരു പണക്കിഴിയ. അത് തുറന്നു നോക്കിയപ്പോഴോ അതിൽ 80 ദീനാറുണ്ട്. 80 ദീനാറുണ്ട്, കണ്ടോ. പിറ്റേ ദിവസം ഇപ്പറഞ്ഞ മനുഷ്യൻ വന്നു, ആള് വന്നു, കാശ് കൊടുത്തു. ഉണ്ടായ അനുഭവം അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് പറയുന്നത്. താരീഖ് ദിമസ്കിൽ അത് റിപ്പോർട്ട് ചെയ്തത് കാണാം, സനദ് സഹിതം. മനസ്സിലാണ്ട? വഹാബി പറയുന്നത് ഖബറിങ്ങക്ക് അങ്ങനെ കുടുങ്ങിയ നേരത്ത് ഖബറിങ്ങ പോയി. ഖബറിങ്ങ പോണ എന്തിനാ? ആഖിർ ഓർമ്മ വരാനാ, മരണം ഓർമ്മ വരാനാ. അല്ലാതെ ഖബറിങ്ങ പോകാൻ പാടില്ല. അല്ലാതെ ഖബറിങ്ങക്ക് ആവശ്യ സഫലീകരണത്തിന് ഖബറിങ്ങ പോണത് ശിർക്കാന്നാ വഹാബി മതം. നിങ്ങൾ നോക്ക്, ഈ അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി 18 ഹദീസുകളും ഇമാം മുസ്ലിം 35ഓളം ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായോ? ഈ അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി 18 ഹദീസുകളും ഇമാം മുസ്ലിം 35ഓളം ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹുവിന്റെ പണിയാണ് ഇപ്പറഞ്ഞത്. അപ്പൊ ഇനി ഇത് ഒറ്റപ്പെട്ട ആളുകളുടെ പണിയാണെന്ന് വെക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു ഹിജ്റ 53 ഇബ്നു സിയാദ് മദീനത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തും താബിഈങ്ങളും അടങ്ങുള്ള മോമിനീങ്ങളും മുഴുവൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് അന്ന് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ ചെന്നിട്ട് അവിടെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം തേടി അവർ ചെന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇബ്നു സിയാദിന്റെ കയ്യമ്മേ ഒരു കുരു ഇങ്ങനെ പൊന്തി. അത് വേറെ ചില റിവായത്ത് പരിശോധിച്ചാൽ കാണാം. മനസ്സിലായില്ലേ? അങ്ങനെ എന്താ ഉണ്ടായത്? ഫഖറജത് ഫീ കഫ്ഫിഹി ബസറത്തുൻ സുമ്മ ഹക്കഹാ, കണ്ടാ കയ്യിൽ ഇങ്ങനെ എന്തായി? ചെറിയ ഉണിലിങ്ങനെ പൊന്തി വന്നു. ആ ഉണിലിങ്ങനെ മാന്തി ചൊറിഞ്ഞ് അവസാനം അവിടെ എന്തായിന്ന അവിടെ കുഷ്ഠം പോലെ രോഗം ബാധിച്ച് ദ്രവിച്ച് ആ രോഗത്തിൽ അയാൾ മരണപ്പെടുകയും മദീനയുടെ ഭരണം ഏറ്റെടുക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് അയാൾ 55-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അതിന്റെ കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദുആയാണ്. ആ ദുആക്ക് അവർ കണ്ടെത്തിയ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു ശരീഫിന്റെ അരികിലാണ്. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോ മഹാന്മാരുടെ ഖബറിങ്ങ പോകുക എന്നുള്ള ആ ശൈലി സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ശൈലിയാണ് എന്ന് ഇത്രയും പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? ഇനി എന്താ മനസ്സിലാകാനുള്ളത്? ഇനി മനസ്സിലാകാനുള്ളത് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി 1-2 കാര്യം കൂടി മനസ്സിലാകാണ്ട്, കൂടി മനസ്സിലായ സംഗതിയൊക്കെ ശരിയാവും. എന്താണ്? ഒറ്റ കാര്യം. കേട്ടോളൂ. ഹിജ്റ 259 സംഭവം. ഹിജ്റ
259 മറ്റൊരു സംഭവം. താരീഖുൽ യഅ്ഖൂബി നോക്ക്, ജുസ് 1 319 പേജ്. കേൾക്കുന്നുണ്ടല്ലോ? ഞാനിതിങ്ങനെ മറ്റുള്ള ഫയലുകൾ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങളെ പ്രതികരണം അങ്ങനെ വല്ലാതെ കാണുന്നില്ല. ഇടക്കിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. എന്താന്നുണ്ടായത്? വഹജ്ജ ബിന്നാസി അൽ ഫദ്ൽ ബിൻ അൽ അബ്ബാസ് വനാല അഹ്ലൽ ബാദിയത്തി സലാസിൽ വറിയാഹ് വദുൽമ മിമ്മൻ കാന ഹൗലൽ മദീന മിൻ ബനി സുലൈം വബനി ഹിലാൽ വഗൈരിഹിം മിൻ ബുതൂനി ഖൈസ് വസായിരി അഹ്ലിൽ ബലദ് ഫഹറബു ഇലൽ മദീനത്തി വഇലാ മക്ക. കണ്ടോ? ഹിജ്റ 259 പറയുന്നുണ്ട്. അന്ന് ഭയങ്കര ഹജ്ജിന്റെ ശേഷം കണ്ടോ ഭൂകമ്പവും ശക്തമായ ചുഴലിക്കാറ്റും ഒക്കെ അനുഭവപ്പെട്ടു. പ്രകൃതി ദുരന്തമുണ്ടായി. മദീനയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളും അതേപോലെ തന്നെ അറേബ്യയുടെ പല ഭാഗത്തുള്ള വസായിരി അഹ്ലിൽ ബലദ് കണ്ടോ ഹിജാസിന്റെ പല ഭാഗത്തുള്ള ആളുകൾക്കും ഇത് അനുഭവപ്പെട്ടപ്പോ അവരെന്താ ചെയ്തത്? ഫഹറബു ഇലൽ മദീന വ ഇലാ മക്ക. അവര് മദീനയിലേക്കും മക്കയിലേക്കും ഓടി. കണ്ടോ? ഉത്തമ നൂറ്റാണ്ടിലെ മോമിനിങ്ങളത് ഹിജറ 300 മുമ്പുണ്ടായ സംഭവ. അതിന്റെ മുമ്പുള്ളതാ. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ഇതിന്റെ മുമ്പുള്ളതാ. അവര് മദീനയിലേക്കും മക്കയിലേക്കും ഓടി. എങ്ങനെ ഓടിയത്? യസ്തജീറൂന ബിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ അഭയം തേടി വന്നതാണ്. ആ ഖബറ് കൊണ്ട് രക്ഷ തേടി വന്നതാ. വബിൽ കഅബ, കഅബത്തുങ്കലും അഭയം തേടി വന്നതാ. മക്കത്ത് കൂടിയത് കഅബത്തും അഭയം തേടാൻ. മദീനത്ത് കൂടിയതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കൊണ്ട് ഈ പറഞ്ഞ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ആ ഖബർ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷ തേടി അവിടെ വന്നതാണ് എന്ന് കാണാം. മനസ്സിലായോ? അങ്ങനെ സംഭവിച്ചു. ഇനി സംഭവം അടുത്തത് പറയട്ടെ കേട്ടോ. ചുരുക്കി പറയാ. ഇനി കേട്ടോ, പഴയ കാലത്ത് തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉസ്താദ് കേട്ടോ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തങ്ങളുടെ ഉസ്താദ് അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു കണ്ടോ. അതാ കേട്ടോ, അന്ന ഹമ്മാദ് ബിൻ സയ്യിദ് ഹദ്ദസ അബാ ഹനീഫത ബിൽ ഹദീസ് ഫീ ദാലിക അൻ ശൈഖിഹി അയ്യൂബ് സഖ്തിയാനി. ഹമ്മാദ് ബിൻ സയ്യിദ് എന്നവരുടെ ഉസ്താദാണ് അയ്യൂബ് സഖ്തിയാനി. ഈ അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് അബൂ ഹനീഫ തങ്ങളോട് ഹമ്മാദ് ബിൻ സയ്യിദ് തങ്ങളുടെ ഹദീസ് പറയാ. ഫഖാല ലഹു അബൂ ഹനീഫത, അപ്പൊ അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, ഹദ്ദസക അയ്യൂബ് ബിഹാദ, ഈ ഹദീസ് അയ്യൂബ് തങ്ങൾ പറഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ട് വബക്ക, അബൂ ഹനീഫ തങ്ങൾ കരഞ്ഞു. സുമ്മ ഖാല, പിന്നെ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, മാ ദക്കറത്തു അയ്യൂബ് സഖ്തിയാനി, അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ ഓർക്കുകയോ പറയുകയോ ചെയ്തില്ല. ഇല്ലാ ബക്കൈത്തു, എനിക്ക് കരച്ചിൽ വന്നിട്ടല്ലാതെ. കാരണം എന്താ? ഫഖദ് റഅയ്തുഹു യലൂദു ബിഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ ചെന്ന് കൂടുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ശൈഅം മാ റഅയ്തുഹു മിൻ അഹദിൻ, മറ്റൊരാളിൽ നിന്നും കാണാത്ത വിധം അത്രയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറുകൾ എപ്പോഴും ചെന്ന് അഭയം തേടി കൂടിയിരുന്ന ആളായിരുന്നു അയ്യൂബ് സഖ്തിയാനി തങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങൾ കരയുന്നത്. വഹാബി എന്ത് പറയും? വഹാബി എന്ത് പറയും? കണ്ടോ, ഇതാണ്. ഞാൻ ആ തലക്കെന്ന് ഇങ്ങനെ അങ്ങ് പോന്നാട്ടോ, ആ തലക്കെന്ന് ഇങ്ങനെ പോന്നതാ. ഇതൊക്കെ കേട്ടാല് ഇങ്ങേ തലക്കിലുള്ള ഏതെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞെടുത്തിട്ട് വഹാബി പറയും അതിന് സനദില്ല എന്ന് പറയും. ഇനി സനദില്ല എന്ന് പറയാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്തലക്കെന്ന് ഞാൻ ആദ്യം പറയാമെന്നിട്ട് തുടങ്ങിക്കോളി കേട്ടോ. ഇത് സനദില്ലാന്നോ, ഇത് കഥയാണെന്നോ, കെട്ടുകഥയാണെന്നോ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിഷേധിക്കാനോ എതിര് പറയാനോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ 1 പറഞ്ഞ അവിടുന്ന് ഇങ്ങനെ തുടങ്ങിക്കോളി കേട്ടോ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ തെർത്തീബ് എണ്ണങ്ങൾ സ്വഹാബത്തിന്റെ കാലത്ത് നിന്ന് അങ്ങനെ തുടങ്ങിയതാ. സ്വഹാബത്തിന്റെ കാലത്ത് നിന്ന് തുടങ്ങി, അവിടെ നിങ്ങൾ തുടങ്ങിയിട്ട് അതിൽ വ്യക്തികളുടേത് പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സമൂഹമായി ചെയ്തത് പറഞ്ഞു, അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഹിജ്റ 259 പറഞ്ഞു. അതിന് മുമ്പുള്ളതാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങളുടേത്. മനസ്സിലായോ? അതൊക്കെ കഴിഞ്ഞു. ഇനി കേട്ടോ, ഈ സംഭവം അങ്ങനെ തുടർന്ന് വരികയാണല്ലോ. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തും മദീനത്തും അറബിയിലൊക്കെ ഉള്ള ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങക്കാ പോവുക കേട്ടോ, അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്ങക്കാ പോവുക. അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പണി നിന്നില്ല. ഇത് എവിടെ കേട്ടോ, ഞാൻ പറഞ്ഞ സനത്ത് 40 കേട്ടോളൂ.
വേറൊന്ന് അൽ ബിദായത്തു വന്നിഹായ, ഹിജറ 654 സംഭവം. ഹിജറ 654 സംഭവമാണ്. കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ച് പറയാ, ലാ തഖൂമു സ്സഅതു ഹത്താ തഖ്റുജ നാറുൻ മിൻ അർളിൽ ഹിജാസ് തുളീഉ ലഹാ അയനാഖുൽ ലിബിൽ ബിബുസ്റ തഫറദ ബിഹിൽ ബുഖാരി വഖദ് ദക്കറ അഹ്ലുത് താരീഖ് വഗൈറുഹും മിനൻ നാസ് വതവാതറ വഖൂ ഹാദാ ഫീ സനത്തി 54 و600. കണ്ടോ, നബി തങ്ങളുടെ ഹദീസ് പറയുന്നത് ഹിജാസ് ഭൂമിയിൽ നിന്ന്, ഹിജാസ് പ്രദേശത്ത് നിന്ന് ഒരു ശക്തമായ തീ പുറപ്പെടും. കണ്ടോ, അത് പുറപ്പെട്ടിട്ട് ഷാമിലുള്ള ബുസറ പട്ടണത്തിൽ നിൽക്കുന്ന ഒട്ടകത്തിന്റെ കഴുത്ത് ഈ വെളിച്ചം കൊണ്ട് കാണും. അത്രയും വിപുലമായ ഒരു തീ ഹിജാസിൽ നിന്ന് പുറപ്പെടുന്നത് ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് ഉദ്ധരിച്ചിട്ട് ആ ഹാഫിൽ ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായയിൽ പറയാ, ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ 1, 2, 3 അല്ല. വതവാത്തറ വുഖൂഉ ഹാദാ, കണ്ടോ, വതവാത്തറ വുഖൂഉ ഹാദാ, കണ്ടോ, ഇത് സംഭവിച്ചു എന്നത് തവാത്തുറായി വന്നിരിക്കുന്നു. തവാത്തുർ എന്ന് പറഞ്ഞാൽ എന്താ? നിഷേധിക്കാൻ പറ്റാത്ത വിധം അത്രയും ആളുകൾ പറഞ്ഞ് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നതിനാണ് മുതവാത്തിർ എന്ന് പറയുക. അങ്ങനെ വന്ന സംഭവമാണിത്. എന്നാ നടന്നതെന്ന ഈ തീ ഉണ്ടായത് ഹിജറ 654 എന്നിട്ട് പറയാ, ചരിത്ര പണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉസ്താദ് ഖാല ശൈഖുൽ ഇമാം അൽ ഹാഫിദ് ശൈഖുൽ ഹദീസ് വ ഇമാമുൽ മുഅല്ലിഖീൻ ഫി സമാനിഹി ശിഹാബുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ മുലഖബ് ബി അബീ ഷാമ. കണ്ടോ, ഇമാം നബിന്റെ ഉസ്താദ് അബൂ ഷാമ റളിയല്ലാഹു അൻഹു. ഈ അബൂ ഷാമ തങ്ങൾ പറഞ്ഞു എന്ത്? കേട്ടോ, وأما بصرى فأخبرني قاضي القضاة صدر الدين علي بن أبي قاسم التيمي الحنفي قال أخبرني والدي وهو الشيخ صفي الدين أحمد مدرس بصرى أنه أخبره غير واحد من الأعراب سبيحة تلك الليلة من كان بحاضرة بلد بصرى أنهم رأوا صفحات أعناق إبلهم في ضوء هذه النار التي ظهرت من أرض الحجاز. കണ്ടോ, ഹിജാസ് പ്രദേശത്ത് നിന്ന് വന്ന ആ തീയിന്റെ വെളിച്ചം കൊണ്ട് ബുസ്രയിലുള്ള ഒട്ടകങ്ങളെ കാണാൻ സാധിച്ചു. എന്നിട്ട് കേട്ടോ, ഇനിയാണ് നമ്മളെ പോയിന്റ്. വഖദ് ദക്കറ ശൈഖു ശിഹാബുദ്ദീൻ, കണ്ടോ, നേരത്തെ പറഞ്ഞ അബൂ ഷാമ തങ്ങൾ പറഞ്ഞു, അന്ന അഹ്ലൽ മദീന, ഹിജാസിൽ ഈ വലിയ തീപിടുത്തമുണ്ടായപ്പോൾ മദീനക്കാർ ലജഉ ഫി ഹാദിഹിൽ അയ്യാമി, ഈ ദിവസങ്ങളിൽ അവർ അഭയം തേടി ചെന്നു. ഇലൽ മസ്ജിദിൻ നബവി, മസ്ജിദുൻ നബവിയിലേക്ക് ചെന്നു. ഇനി കേട്ടോ, വതാബു ഇലല്ലാഹി മിൻ ദുനൂബിൻ കാനു അലൈഹാ, അവർ ചെയ്തിരുന്ന തെറ്റുകുറ്റങ്ങൾക്ക് തൗബ ചെയ്തു. വസ്തഗ്ഫറു ഇൻദ ഖബരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ വന്ന് അവർ പാപമോചനത്തിന് തേടി. ഇനി വേറെയും പറയുന്നുണ്ട് കേട്ടാ, ഇനി വേറെയും പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ പോയിന്റ് കേട്ടങ്ങള്. അപ്പൊ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു എന്ത്? പ്രകൃതി ദുരന്തങ്ങൾ, എന്ത് ചുഴലിക്കാറ്റും ഭൂകമ്പവും ഉണ്ടായപ്പോ ഒക്കെ അറേബ്യയില് മദീനയുടെ പരിസരമുള്ള ആളുകളൊക്കെ റസൂലുള്ളാഹിന്റെ ഖബറിനെ കണ്ടിരുന്നു. ഇത് ഇന്നൊന്നലും മിഞ്ഞാന്നും തുടങ്ങിയതെല്ലാം കണ്ടോ. അന്ത്യനാളിൽ വരുമെന്ന് പറഞ്ഞെത്തി ആൾറെഡി വന്നിട്ടുണ്ടോ എന്ന് ഒരാൾ ചോദിക്കണം. അന്ത്യനാളിൽ വരും എന്നല്ല പറഞ്ഞത്, അന്ത്യനാളിന്റെ മുന്നേ വരുന്നാട്ടോ പറഞ്ഞത് കേട്ടോ. അന്ത്യനാളിന്റെ മുന്നേ വരുന്നാ പറഞ്ഞത്, അന്ത്യനാളിൽ വരുന്നല്ല. അങ്ങനെ പല ചോദ്യം ഉണ്ടാവും. അപ്പൊ കണ്ണങ്ങള് ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലാക്കൂ. ഇവിടെ എന്താ ഉള്ളത്? സ്വഹാബത്തിന്റെ കാലം മുതൽ മുസ്ലിം ഉമ്മത്തിൽ ഇതിങ്ങനെ നടന്ന്, ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം ഇവിടെയും പ്രസക്തല്ലേ? ഇതൊക്കെ നടക്കണ എന്ന ഇബ്നു തൈമിയ വരുന്നതിന്റെ മുമ്പാ, ഇതൊക്കെ നടക്കണ ഇബ്നു തൈമിയ വരുന്നതിന്റെ മുമ്പാ. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു തൈമിയ വരുന്നതിന്റെ മുമ്പ് ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇബ്നു തൈമിയ അല്ലാത്ത അയാളുടെ മുമ്പ് ജീവിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഇതൊക്കെ ശിർക്കാട്ടോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഖബറുങ്ങൾക്കല്ല പോണ്ടത്, പ്രശ്നപരിഹാരത്തിന് ഖബറുങ്ങ പോണത് ശിർക്കാന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒറ്റ പണ്ഡിതനും മുസ്ലിം ഉമ്മത്തിൽ പറഞ്ഞില്ലേ എന്നുള്ള പ്രസക്തമായ ഇന്നലത്തെ ചോദ്യം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. മറുപടി ഉണ്ട്, നിങ്ങൾ പറഞ്ഞോളി. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാ, ഒരു ഹറാമിന്റെ വിഷയം കണ്ടാൽ അത് തെറ്റാണെന്ന് ശക്തിയുക്തം പറയുന്ന പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ഇമാമിയങ്ങൾ, നിങ്ങൾ പറയുന്നത് ഷിർക്കാത്ത്,
ഇത്രയും അധികം ഷിർക്കുണ്ടായിട്ട് ചരിത്ര പണ്ഡിതന്മാർ ഇങ്ങനെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ട് അത് ഷിർക്കാട്ടോ ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കിതാബ് എഴുതി വെച്ചുക്കണോ? അത് കാണില്ലല്ലോ. ഇബ്നു തൈമിയ്യ അല്ലാതെ. ഇബ്നു തൈമിയ്യ വരുന്നതിന് മുമ്പുള്ള സംഭവങ്ങളെ ഞാനിപ്പോ പറഞ്ഞതൊക്കെ കേട്ടോ. പക്ഷേ അങ്ങനെ കാണൂല. കാരണം അവർക്കൊക്കെ അറിയാതെ ഷിർക്കല്ലാതെ ഈമാന്റെ കടുകട്ടിയാണ്. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ലണതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗ. അത് ഷിർക്കും കുഫറും അല്ലാതെ ഈമാന്റെ കടുകട്ടിയാണെന്ന് ആ ഇമാമിയങ്ങൾക്കും പണ്ട് കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർക്കും അന്നുള്ള സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആരും പറയാതെ തിരിയാത്ത ഒരാളല്ലാതെ ഇബ്നു തൈമിയ്യാണ്. അയാൾ മാത്രമാണ് എതിര് പറഞ്ഞത്. ഇനി കേട്ടോ, ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. ഏത് വേറൊന്ന്? ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഖബറിനെ ഇപ്പൊ നമ്മളെ മൗലവിമാര് പറയുന്നുണ്ട് ഖബറിനെ ബഹുമാനിക്കാൻ പാടില്ല. മഹാന്മാരെ ഖബർ കണ്ടതിന് പ്രത്യേകതയൊന്നുമില്ല. അവിടെ ബഹുമാനവും ആദരവും ഒന്നും കാട്ടാൻ പാടില്ല. അല്ലേ? നമ്മളെ വഹാബികൾ വലിയ തെറ്റായിട്ടാണ് എന്നെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ സ്വഹാബത്ത് ബഹുമാനിച്ച കുറെ കോല ഞാൻ ഇപ്പൊ പറഞ്ഞു കണ്ടോ. ഖബറുമ്മെ മുഖം വെച്ച് മുത്തിയവരുണ്ട്. ഖബറുമ്മെ മുഖം വെച്ച് മുത്തിയവരുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട്. നോക്കൂ, ഉംദത്തുൽ ഖാരി നോക്ക്. ഇതൊന്നും പിന്റെ വക പറയല്ല കേട്ടോ. ഉംദത്തുൽ ഖാരി നോക്ക്, സഹീഹുൽ ബുഖാരിന്റെ ശറഹ്, അതിൽ കാണാം. എന്ത് ഇതാ കേട്ടോ. അഖ്ബറനി അൽ ഹാഫിൽ അബൂ സഈദ് ഇബ്നു അൽ അലാഇ കണ്ടോ. എന്നവര് പറഞ്ഞു, വഖദ് കാന സാബിത്തുൽ ബുന്നാനി ലാ യദഉ യദ അനസ് റളിയല്ലാഹു അൻഹു ഹത്താ യുഖബ്ബിലഹ. അത് കഴിഞ്ഞിട്ട് പറയാ വഖാല അയ്ളൻ വഅഖബറനി അൽ ഹാഫിൽ അബൂ സഈദ് ഇബ്നു അൽ അലാഇ ഖാല റഅയ്തു ഫീ കലാമി അഹ്മദ് ഇബ്നു ഹംബൽ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിൽ ഞാൻ കണ്ടു ഫീ ജുസ്ഇൻ ഖദീമിൻ അലൈഹി ഖത്ത് ഇബ്നു നാസിർ വഗൈരിഹി മിനൽ ഹുഫാൽ. എന്താ കണ്ടത്? അന്നൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് സുഇല ചോദിക്കപ്പെട്ടു. ഇമാം അഹ്മദ് തങ്ങൾക്കൊരു ചോദ്യം വന്നു. എന്താ ചോദ്യം? അൻ തഖബീലി ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്കാൻ പറ്റുമോ? വ തഖബീലി മിംബരിഹി, റസൂലുള്ളാഹിന്റെ മിമ്പർ ചുംബിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഫഖാല ലാ ബഅസ ബിദാലിക, ചെയ്യണേന് കുഴപ്പമില്ല. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല കണ്ടോ, ബഹുമാനപ്പെട്ട ഹാഫിള് അബൂ സഈദ് പറയാ, ഫഅറൈനാഹു ലിശ്ശൈഖ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ്യ, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ കിതാബ് കണ്ട ഇക്കാര്യം ഇബ്നു തൈമിയ്യക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഇബ്നു തൈമിയ്യക്ക് ഖബർ ചുംബിക്കാൻ പാടില്ലല്ലോ. ഇബ്നു തൈമിയ്യ വലിയ പ്രശ്നക്കാരനല്ലേ? റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്ക് അത് വലിയ ശിർക്കാന്ന് പറഞ്ഞ ആളാണല്ലോ. അപ്പൊ പറയാ ഇബ്നു തൈമിയ്യക്ക് ഞങ്ങൾ ഇത് കാണിച്ചു കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്കാൻ പറ്റുമോ? പറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഫസാറ യതഅജ്ജബു മിൻ ദാലിക, അത് കണ്ട് ഇബ്നു തൈമിയ്യ അത്ഭുതപ്പെട്ടു. വയഖൂലു, ഇബ്നു തൈമിയ്യ പറയുകയും ചെയ്തു, അജിബ്തു, എനിക്ക് അത്ഭുതം തോന്നുന്നു. അഹ്മദു ഇൻദി ജലീലുൻ യഖൂലുഹു ഹാദാ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്റെ കണക്ക് കൂട്ടലിൽ അദ്ദേഹം വലിയ മഹാനാണല്ലോ, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അത്ഭുതമുണ്ട്. ഇബ്നു തൈമിയ്യന്റെ വർത്തമാനം കേട്ടോ. അഹ്മദ് ഇബ്നു ഹംബൽ അങ്ങനെ പറഞ്ഞോ? അഹ്മദ് ഹംബൽ വലിയ മഹാനാണല്ലോ, എന്നിട്ട് മൂപ്പർ അങ്ങനെ പറഞ്ഞോ? സമ്മതിച്ചില്ല കേട്ടോ, സമ്മതിച്ചില്ല കേട്ടോ. അതിന്റെ ബാക്കി കേട്ടോ. വഖാല, എന്നാൽ ഹാഫിള് അബൂ സഈദ് തങ്ങൾ പറയുന്നു, വ അയ്യു അജബിൻ ഫീ ദാലിക, ഇതിലെന്താ അത്ഭുതപ്പെടാനാ? എതിരെ റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ചുംബിക്കാൻ പറ്റുമെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞതിൽ എന്ത് അത്ഭുതപ്പെടാനാ? വഖദ് റുവീന അനിൽ ഇമാം അഹ്മദ് അന്നഹു ഗസല ഖമീസൻ ലിശ്ശാഫിഈ വശരിബൽ മാ അല്ലദീ ഗസലഹു ബിഹി. കണ്ടോ, ഇമാം അഹ്മദ് തങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ധരിച്ച ഖമീസ് കഴുകിയിട്ട് അതിന്റെ വെള്ളം കുടിച്ചു എന്ന് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അഹമ്മദ് ഇമാം. അഹമ്മദ് ഇമാം ഇന്ന റസൂലുള്ളാഹിന്റെ ഖബർ ചുംബിക്കണേന് തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാല് കുഴപ്പമുണ്ട് എന്നാ പറയാ. കണ്ടോ, വഇദാ കാന ഹാദാ തഅലീമുഹു ലി അഹ്ലിൽ ഇൽമ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള് ഇൽമിന്റെ അഹലുകാരനായ ഷാഫി ഇമാം തങ്ങളോട് ഇത്ര വലിയ ബഹുമാനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫകൈഫ ബിമഖാദീരി സ്വഹാബ വകൈഫ ബിആസാരിൽ അംബിയാ. കണ്ടോ, അംബിയാക്കളുടെ ആസാറും
സ്വഹാബത്തിന്റെ ആസാറൊക്കെ ആയിട്ട് വരുമ്പോ അത് എങ്ങനെയാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇങ്ങനെ പറയാതിരിക്കുക എന്നാണ് മഹാന്മാര് ചോദിച്ചത്. നിങ്ങൾ കേൾക്കണ്ടോ? അപ്പൊ ഇനി വേറെയും കേട്ടോ ഒന്നും കൂടി. നമ്മളെ വഹാബികൾ പറയും ഖബർ എന്ത്, ഖബർ ആരെ ഖബറാണെങ്കിലും ഖബർ തുല്യ, അവിടെ യാതൊന്നും പറ്റൂല എന്ന് പറയണ വഹാബികളെ നിങ്ങൾ കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ നമ്മൾ ഇപ്പോഴും കാണാം, മഹാന്മാരെ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ ചെന്നാൽ കാണാം അവിടെ സുഗന്ധം കിട്ടുന്ന എന്തെങ്കിലും തിരി കത്തിച്ചൊക്കെ അല്ലെ, അല്ലെങ്കിൽ സുഗന്ധം പുകയിപ്പിക്കുകയൊക്കെ ചെയ്യും. കണ്ടിട്ടില്ലേ? മഹാന്മാരുടെ ഖബറിങ്ങ ചെന്നാൽ അവിടെ സുഗന്ധം അല്ലെ, ഉഴുത് പുകയിപ്പിക്കും, മറ്റു സുഗന്ധങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കാണുമ്പോ വഹാബി പറയും എന്തിനാ ഖബറിങ്, എന്തിനാ അത്? കണ്ടോ ശിർക്ക് ഷിർക്ക് 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 എന്ന് പറയും. എന്നാ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഇതുണ്ട്. എന്നുണ്ട്? ഇന്നത്തെ അവിടുത്തെ വഹാബി ഗവൺമെന്റ് നടത്തുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല, അത് വഹാബി ഗവൺമെന്റ് അല്ലേ. അതേ സ്ഥാനത്ത് മഹാന്മാര് ജീവിച്ച ഉത്തമ നൂറ്റാണ്ടിൽ ഇതുണ്ട് കേട്ടോ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അതാരാ? നുഐം ബിൻ അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹു. നുഐം ബിൻ അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹു. നുഐം ബിൻ അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹുവിന്റെ ശിഷ്യൻ. അപ്പൊ താബിയ്യ. അതെ, വഹാബികൾ ഇതൊക്കെ കണ്ടാല് ഖബറിങ്കൽ ഇങ്ങനെ സുഗന്ധം പുകയിപ്പിക്കണ്ട ഓല് പറയുന്നത് അത് ഖബർ പൂജിക്കുകയാണ് എന്ന് പറയും. എന്നാ കേട്ടോ, അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബി, ആ സ്വഹാബിന്റെ ശിഷ്യനായ താബിഈ നുഐം ഇബ്നു അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം തബറാനി പറയുന്നു, ലം യർവി നുഐമുൻ അൻ അനസിൻ ഹദീസൻ ഗൈറ ഹാദാ. നുഐം ഇബ്നു അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് അല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന്റെ ബാക്കി കേട്ടോളൂ. വഇന്നമാ സുമ്മിയൽ മുജ്മിറ, നുഐം ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾക്ക് നുഐം ഇബ്നു അബ്ദുല്ലാഹിൽ മുജ്മിർ, ആ മുജ്മിർ എന്ന പേര് വരാൻ കാരണം എന്താണ്? ലിഅന്നഹു കാന യുജ്മിറു ഖബറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ സുഗന്ധം പുകയിപ്പിച്ചിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നുൽ മുജ്മിർ റളിയല്ലാഹു അൻഹു. നുഐം ഇബ്നു അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹു, നുഐം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറുകൾ സുഗന്ധം പുകയിപ്പിച്ചിരുന്ന ആളായിരുന്നു. ആരാ? നുഐം റളിയല്ലാഹു അൻഹു കേട്ടോ. വഹുവ മിൻ മവാലി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാ. അപ്പൊ ആരാ? താബിഈയാണ് ബഹുമാനപ്പെട്ട നുഐം ഇബ്നു അബ്ദുല്ലാഹിൽ മുജ്മിർ റളിയല്ലാഹു അൻഹു. അവരെ പേരെന്നെ മുജ്മിർ എന്നാ. മുജ്മിർ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? സുഗന്ധം പുകയിപ്പിക്കുന്ന ആളെന്നാ. ആ പേര് എവിടുന്നാ കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ സുഗന്ധം പുകയിപ്പിച്ചിരുന്ന ആളായിരുന്നു. വഹാബി കേട്ട എന്താ പറയാ? ഖബർ പൂജ, ഖബർ പൂജ കേട്ടോ. ഇനി പൊന്നാര വഹാബികളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്, ഇത് ഇഷ്ടം പോലെ ഇനിയുണ്ട്. ഇതൊക്കെ പാടെ പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ. ഞാനൊരു തലക്കെന്ന് ഇങ്ങനെ തുടങ്ങി കുറച്ച് സാമ്പിളുകൾ കൊണ്ട് പറഞ്ഞതാ. പക്ഷെ ഈ പറഞ്ഞതില് നിങ്ങൾ ഇത് ഒന്നാകെ വെച്ച് ചിന്തിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാം കൂടിയും വെച്ച് ചിന്തിക്കണം. ഇതിലിങ്ങനെ ഏതെങ്കിലും ഒന്നെടുത്തുക്കണ്ട അതിന് സനതുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഞാനിപ്പോ പറഞ്ഞതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ഇപ്പൊ ഉദ്ധരിച്ചത് ഇമാം തബറാനിയുടെ റിവായത്താണ്. അത് ഒരു തലക്കെന്നാണ്ട് പഠിച്ചോ, എന്നിട്ട് മനസ്സിലാക്കിക്കോ. സ്വഹാബത്തിന്റെയും താബികളുടെയും ഇമാമിയങ്ങളുടെയും മുസ്ലിം ലോകത്തിന്റെ 7-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യ വരുന്ന അക്കാലം വരെ ഒരാളുടെയും എതിർപ്പില്ലാതെ മുസ്ലിം ലോകത്ത് ഇസ്തിഗാസയും തവസ്സുലും ആവശ്യം വരുമ്പോ സഹായത്തിന് വേണ്ടി മഹാന്മാരുടെ ഖബറുങ്ങ പോകലും അവിടെ ഖബറുങ്ങൽ ഇതുപോലെ തന്നെ സുഗന്ധം പുകയിപ്പിക്കലും അങ്ങനെയുള്ള പണിയൊക്കെ നടന്നിരുന്നു കേട്ടോ. അങ്ങനെയുള്ള പണിയൊക്കെ അന്നേ നടന്നിരുന്നു. ഇനി ആരും ഒരു തർക്കിച്ച് വരണ്ട. ഇനി അങ്ങനെ എത്ര സംഭവം ഉണ്ട് നിങ്ങൾ കേൾക്കണോ? ഞാൻ 1-2 സംഭവം കൂടിയൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അത് കുറെ ഉണ്ട്, ഇതൊക്കെ പാടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണ്ടേ. ഇനി കേട്ടോ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുയിൽ പറയുന്നൊരു ഭാഗം. ഇമാം ഗസ്സാലി ഇബ്നു തൈമിയ്യന്റെയും ഇമാം നവവിന്റെ ഒക്കെ മുമ്പാണല്ലോ അല്ലെ. ആ ഇമാം ഗസ്സാലി തങ്ങൾ പറയാ, ഇമാം ഗസ്സാലി 6-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ജീവിച്ച മഹാനാ. ഹിജ്റ 500-ലാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ആ മഹാൻ പറയാ എന്ത് കണ്ടോ? ലാ തുശദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശദീകരിക്കുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, വൽ ഹദീസു ഇന്ന
വറദ ഫിൽ മസാജിദി യാഹിദു, മഹാന്മാരുടെ ഖബറുകൾ പള്ളികൾ പോലെയല്ല. എന്തുകൊണ്ട്? അന്നൽ മസാജിദ ബഅദൽ മസാജിദി സലാസി മുതമാസില, കാരണം മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ 3 പള്ളികൾക്കാണ് പ്രത്യേകമുള്ളത്. ഈ 3 പള്ളികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള പള്ളികളൊക്കെ തുല്യമാണ്. വലാ ബലദ ഇല്ലാ വഫീഹി മസ്ജിദുൻ, എല്ലാ നാട്ടിലും പള്ളിയുണ്ടല്ലോ. ഫലാ മഅനാ ലിർരിഹലത്തി ഇലാ മസ്ജിദിൻ ആഖർ, അപ്പോൾ മറ്റൊരു പള്ളിയിലേക്ക് പുണ്യത്തിന് വേണ്ടി യാത്ര പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. പള്ളിയുടെ കാര്യം അങ്ങനെയാണ്. എന്നാൽ കേട്ടോ ബാക്കി, വ അമ്മൽ മശാഹിദു, അപ്പോൾ മഹാന്മാരുടെ ഖബറുകളോ, പള്ളികൾ 3 പള്ളി കഴിച്ചാൽ ബാക്കിയുള്ള പള്ളികളൊക്കെ തുല്യമാണ്. എന്നാൽ വ അമ്മൽ മശാഹിദു, മഹാന്മാരുടെ ഖബറുകളോ, ഫലാ തതസാവ, അത് തുല്യമല്ല, എല്ലാ ഖബറും ഒരുപോലെയല്ല. ബൽ ബറക്കത്തു സിയാറത്തിഹ, ഖബർ സന്ദർശിക്കുന്നതിന്റെ ബറക്കത്ത് അലാ ഖദരി ദറജാതിഹിം, ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാരുടെ മഹത്വത്തിനനുസരിച്ചാണ്. എല്ലാവരുടെ മഹത്വവും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഖബറും സന്ദർശിക്കുന്നതിന്റെ പുണ്യം ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു മഹാന്റെ ഖബറുണ്ടെങ്കിലും കുറെ കൂടി വലിയ മഹാന്റെ ഖബർ മറ്റൊരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത് പുണ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. എന്നാൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ഖബർ സന്ദർശിക്കാൻ പോകുന്നതിന് ഈ ഹദീസ് എതിരാണെന്ന് പറഞ്ഞതിനെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ എതിർത്തിട്ട് അവസാനം പറയാ, സുമ്മ ലൈത ശൈരി ഹൽ യംനഉ ഹാദൽ ഖായിലു മിൻ ശദ്ദിർ റിഹാലി ഇലാ ഖുബൂരിൽ അംബിയാഇ അലൈഹിമുസ്സലാം. ആണോ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഖബർ സന്ദർശിക്കാൻ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അംബിയാക്കളുടെ ഖബർ സന്ദർശിക്കാൻ പോകുന്നത് തെറ്റാണെന്ന് പറയുമോ? മിസല ഇബ്രാഹിം വ മൂസ വ യഹ്യ വ ഗൈരിഹിം. കേട്ടോ, ഇബ്രാഹിം നബിയുടെ ഖബർ സന്ദർശിക്കാൻ പോകണമെങ്കിൽ ഫലസ്തീനിൽ പോകണം. കേട്ടോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ, യഹ്യ നബിന്റെ ഖബർ, മറ്റ് അമ്പിയാക്കളെ ഖബർ പലതും പല നാട്ടിലാണുള്ളത്. ആ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോകുന്നത് തെറ്റാണെന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ ഫൽ മൻഉ മിൻ ദാലിക, അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഫി ഗായത്തിൽ ഇഹാല, അത് തീരെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ തടസ്സം ചെയ്യുകയാണെങ്കിൽ അത് ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അതായത് ഒരു മുസ്ലിം പണ്ഡിതൻ ഈ മഹാന്മാരെ ഖബർ, അമ്പിയാക്കളെ ഖബർ സന്ദർശിക്കാൻ പോകുന്ന തെറ്റാന്ന് പറയില്ല. ഫൈദാ ജവ്വസ, അപ്പൊ പിന്നെ തെറ്റാന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിം പണ്ഡിതനാണോ അമ്പിയാക്കളെ ഖബർ സന്ദർശിച്ചോട്ടെ എന്നാ പറയാ? എന്നാ ഫൈദാ ജവ്വസ ഹാദ, ഇങ്ങനെ അമ്പിയാക്കളെ ഖബർ സന്ദർശിക്കാൻ പറ്റുമെന്ന് പറയുന്നുവെങ്കിൽ വഖുബൂറുൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുലഹാഇ ഫീ മഅനാഹാ. കണ്ടോ, അപ്പൊ പിന്നെ അമ്പിയാക്കളെ ഖബർ പോലെ തന്നെയല്ലേ ഔലിയാക്കളെ ഖബറും ഉലമാക്കളെ ഖബറും സാലിഹീങ്ങളെ ഖബറും? ഇതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ കേൾക്കണ്ട? ഇനി എന്തൊക്കെ പറയാണ്ട് ഞാൻ ചോദിക്കട്ടെ, ഖബറിങ്ങ പോയാല് അവിടെ ബഹുമാനം കാട്ടാൻ പാടില്ല, അവിടെ ആദരവ് കാട്ടാൻ പാടില്ല, അതുപോലെ തന്നെ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റൂല. ഖബർ സന്ദർശിക്കുന്നതിന് പ്രത്യേക പുണ്യൊന്നുമില്ല. അവനാന്റെ നാട്ടിലെ ഖബറിങ്ങ പോയാൽ മതി. ആ ഖബർ സന്ദർശിക്കുമ്പോ മരണം ഓർമ്മ വരിക എന്ന ഒറ്റ ഫായിദയിലുള്ളൂ, അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ, ഈമാൻ കളയുന്ന വഹാബികളെ ഇമാമിങ്ങൾ എഴുതി വെച്ചതാ ഞാൻ വായിച്ചത് കേട്ടോ. ഇത് കേട്ടോ, ഒന്നുകൂടി വായിച്ചിട്ട് ഞാൻ നിർത്തും. ഇതിനെ പേർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇത് കേട്ടോ, ഹാഫിദു ദഹബിന്റെ സീറു അലാമിൻ നുബലയിൽ ഒരു ഇബാറത്തോടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. ഹാഫിദു ദഹബിയുടെ സീറു അലാമിൻ നുബലയുടെ ഒരു ഇബാറത്ത്, അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ മുന്നേ ഒറ്റൊന്ന് ഇതൊന്ന് വായിക്കാം കേട്ടോളൂ നിങ്ങള്. ഹാഫിദു ദഹബി പറയാ, ഫമൻ വഖഫ ഇൻദൽ ഹുദ്റത്തിൽ മുഖദ്ദസത്തി ദലീലൻ മുസല്ലിയൻ അലാ നബിയിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അടുക്കൽ ആരെങ്കിലും വിനയത്തോടെ അള്ളാഹുവിന്റെ ഹബീബിന് സലാം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി നിന്നാൽ ഫയാ തൂബാലഹു, അയാൾക്കെത്ര സന്തോഷമാണ്. ഫഖദ് അഹ്സന സിയാറത, അയാൾ ചെയ്തത് നല്ല സിയാറത്താണ്. കണ്ടോ, അവിടെ വിനയത്തോടെ സലാമും ചൊല്ലിങ്ങനെ നിൽക്കണം. അവിടെ എന്തല്ല, അവിടെ സുറാ ഹരിക് ഹാജി എന്ന് പറഞ്ഞങ്ങനെ ആട്ടി വിടുമല്ലോ. അങ്ങനെ ആട്ടി വിടുമ്പോ അങ്ങനെ നടന്നിട്ട് സലാം പറയണമെന്നല്ല പറയണത്. അവിടെ എന്ത് ചെയ്യണം? അതെ, ഇബ്നു തൈമിയ്യയുടെ ഇസ്നാഹി പറഞ്ഞത് ആര്? ഹാഫിദു ദഹബി പറയാ, അവിടെ ചെന്നിട്ട് വിനയത്തോടെ നിന്ന് സലാത്തും സലാമും ചൊല്ലിയാൽ അത് വളരെ നല്ലത്.
വഅജ്മല ഫിത്തദല്ലുലി വൽ ഹുബ്ബി, അയാൾ കാണിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിനോട് കാണിക്കുന്ന സ്നേഹവും വിനയവും വളരെ നല്ലത്. വഖദ് അതാ ബിഇബാദത്തിൻ സായിദത്തിൻ അലാ മൻ സല്ല അലൈഹി ഫീ അർളിഹി. കേട്ടോളൂ, മദീനത്തേക്ക് എന്തിനാ പോണ്? കേട്ടോളി, പറഞ്ഞുതരാ. ഹാഫിദ് സഹബി പറയട്ടെ. വഖദ് അതാ, ഇങ്ങനെ സിയാറത്ത് ചെയ്തവൻ ബിഇബാദത്തിൻ സായിദ, അയാൾ ചെയ്തത് ഒരു ഇബാദത്താണ്. എങ്ങനെയുള്ള ഇബാദത്ത്? സായിദത്തിൻ അലാ മൻ സല്ല അലൈഹി ഫീ അർളിഹി ഔ ഫീ സലാത്തിഹി, നിസ്കരിക്കുമ്പോ സലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ അവന്റെ നാട്ടിൽ വെച്ച് സലാത്ത് ചൊല്ലി. അങ്ങനെ നാട്ടിൽ വെച്ച് സലാത്ത് ചെല്ലുന്നവനേക്കാൾ നിസ്കരിക്കുമ്പോൾ സാധാരണ നമ്മളൊക്കെ സലാത്ത് എല്ലാറുണ്ട്, ആ സലാത്തിനേക്കാൾ പുണ്യമുള്ള, അതിനേക്കാൾ കൂടുതലുള്ള ഇബാദത്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് വന്ന് സിയാറത്ത് ചെയ്തവൻ ചെയ്തിട്ടുള്ളത്. കാരണം അസ്സായിറു, സിയാറത്ത് ചെയ്തവൻ, ലഹു, അവന് കിട്ടും, അജ്റു സിയാറ, സിയാറത്തിന്റെ കൂലി കിട്ടും, വ അജ്റു സലാത്തി അലൈഹി, റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലിയതിന്റെ കൂലിയും കിട്ടും, വൽ മുസല്ലി അലൈഹി ഫീ സായിരിൽ ബിലാദി, മറ്റു നാടുകളിൽ നിന്ന് റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലുന്നവൻ, ലഹു അജ്റു സലാത്തി ഫഖത്ത്, അവന് സലാത്തിന്റെ കൂലി മാത്രമേ കിട്ടുകയുള്ളൂ. വഹാബി പറയല്ലേ എന്തിനാ മദീനത്തേക്ക് പോണെന്ന്? കേട്ടോ, ഹാഫിദ് സഹബിയ പറഞ്ഞത്, ഇബ്നു തൈമീന്റെ ഇശ്റൈ പറഞ്ഞത്. എടാ, സിയറു അലാമിൻ നുബലെ വായിക്കണത് ഹാഫിദ് സഹബിന്റെ. കേൾക്കണില്ലേ? അപ്പൊ അവിടെ ചെന്ന് ചെയ്താല് സാധാരണ സലാത്തിലിടേണ്ട കൂലിയല്ല, സിയാറത്തിന്റെ കൂലി വേറെയും കിട്ടും. ഇനി കേട്ടോ, ഹാഫിദ് സഹബി വീണ്ടും പറയട്ടെ, ഫമൻ സല്ല അലൈഹി വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റാ. ആണോ? അങ്ങനെ പറയാം. വലാകിൻ മൻ സാറഹു സലവാത്തുല്ലാഹി അലൈഹി, ഒരാൾ റസൂലുള്ളാഹിനെ സന്ദർശിച്ചു, വഅസാ അദബ സിയാറ, സിയാറത്തിന്റെ അദബ് അയാൾ പാലിച്ചില്ല. കണ്ടോ? അപ്പൊ അയാൾ ഹാഫിദ് സഹബി എന്താ പറഞ്ഞത്? എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇനി സൃഷ്ടികളുടെ കൂട്ടത്തിൽ അത്രയും വലിയ ഒരാളത്തേക്ക് പോകാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോ സ്വഹാബത്ത് ജീവിതകാലത്ത് അള്ളാന്റെ റസൂലിനോട് എത്ര അദബാണോ കാട്ടിയത്? ചരിത്രം പരിശോധിച്ചോ കാണാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കലില്ല. അങ്ങനെയാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ നടന്നു വരുമ്പോ, പള്ളിക്ക് ഇങ്ങനെ കയറി വരുമ്പോ സ്വഹാബത്ത് മുഴുവനും പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് ഒന്ന് തല ഉയർത്തി നോക്കാൻ സ്വഹാബത്തിന്റെ കണ്ണുകൾക്ക് സാധിക്കാറില്ല. ആകെ രണ്ടാളാ നോക്കുക, ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവരോട് ചിരിക്കും, അവർ തിരിച്ചങ്ങോട്ടും ചിരിക്കും. ചരിത്രം പഠിച്ചോ? മാത്രല്ല, ഈ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരു കാര്യം പറയുമ്പോഴോ വസവാത്തക്കും പോക്ക സൗത്തിൻ നബി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ ജീവിതകാലത്ത് പെരുമാറിയിട്ട് ആ സ്വഹാബത്ത് പഠിപ്പിച്ചത്. ആ ജീവിതകാലവും മരണശേഷവും വ്യത്യാസമില്ല എന്നാണ് പണ്ഡിത ലോകം ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേട്ടോ, അവിടെ ചെല്ലുമ്പോ, സിയാറത്തിന് ചെല്ലുമ്പോ അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുന്ന പോലെ നല്ല അദബുണ്ടാകണം. കേട്ടോ, അവിടെ നല്ല അദബ് വേണം. ഈ അദബ് കേട് ആരെങ്കിലും കാണിച്ചാൽ, ഔ സജദലിൽ ഖബരി, ഖബറിന് സുജൂദ് ചെയ്താൽ, കണ്ടോ, ഖബറിന് സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ഒരു കാര്യം, ആ തെറ്റായ കാര്യം, സുജൂദ് അള്ളാഹ്ക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഖബറിന് ആരെങ്കിലും സുജൂദ് ചെയ്തു, ഔ ഫഅല മാ ലാ യുശ്റഉ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ, ഫഹാദാ ഫഅല ഹസനൻ വസയ്യിആ, ഇങ്ങനെ തന്നെ ഒരാൾ ചെയ്തു എന്നിരിക്കട്ടെ. എന്നാ എന്താ അയാളെ സ്ഥിതി? ഹാഫിദ് സഹബി പറയാ, എന്താ സ്ഥിതി? അയാൾ കുറെ നല്ല കാര്യം ചെയ്തു, കുറെ ചീത്ത കാര്യം ചെയ്തു. അതുകൊണ്ട് ഫയുഅല്ലമു ബിറിഫ്ഖിൻ, അയാളുടെ സിയാറത്തിൽ വന്ന സൂഉൽ അദബുകൾ ഉണ്ടല്ലോ, അയാളിൽ നിന്ന് സംഭവിച്ച ആ തെറ്റായ പെരുമാറ്റങ്ങൾ, അതേക്കുറിച്ച് അയാൾക്ക് വളരെ സൗമ്യമായി പഠിപ്പിച്ചു കൊടുക്കണം. പോടാ ഖുറാഫി എന്ന് വിളിച്ചിട്ട് എന്താക്കരുത്. നമ്മളെ വഹാബികൾ അങ്ങനെയാണ്, എല്ലാരും വിളിക്കും ഖുറാഫിയെന്ന്. നമ്മളെപ്പോലത്തെ ആൾക്കാര് ഖബറങ്ങ ചെന്ന സൂഉൽ അദബ് കാട്ടലില്ല, വിവരമുള്ള ആരും ചെയ്യൂല, സൂഉൽ അദബ് ചെയ്യൂല, അവിടെ ചെന്ന് സുജൂദൊന്നും ചെയ്യൂല. ഏതെങ്കിലും ഒരാൾ അവിടെ ചെന്ന് എന്തെങ്കിലും സൂഉൽ അദബ് കാട്ടി നിൽക്കട്ടെ, അവിടെ ചെയ്യേണ്ടത് ഹാഫിദ് സഹബി പറയാ, ഫയുഅല്ലമു ബിറിഫ്ഖിൻ, വളരെ സൗമ്യമായ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കേട്ടോ, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുമല്ലോ. എന്നിട്ട് കേട്ടോ, ഹാഫിദ് സഹബി ഒരു കാര്യം കൂടി പറയണ്, വഹാബി അടിവരട്ട് മനസ്സിലാക്കിക്കോ. ഇനിയാണ് ഹാഫിദ് സഹബി പറഞ്ഞത്, ഫവല്ലാഹി
അള്ളാഹുവാണ് സത്യം, അബദ്ധത്തിൽ പറയുകയല്ല, സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ. മാ യഹ്സുലുൽ ഇൻസിആജു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യനും മനസ്സിന് പൊറുതികേട് വരൂല. വസ്യാഹു, ഉച്ചത്തിലുള്ള കരച്ചിൽ വരൂല. വതഖബീലുൽ ജുദ്റാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തെത്തുമ്പോ അവിടെയുള്ള ചുമരുകൾ ചുംബിക്കൂല. വകസുറത്തുൽ ബുകാ, അവിടെ ധാരാളം കരയൂല. ഇല്ലാ വഹുവ മുഹിബ്ബുൻ ലില്ലാഹി വറസൂലിഹി, അയാളുടെ ഖൽബിൽ അള്ളാഹിനോടും റസൂലിനോടും സ്നേഹമുണ്ടായിട്ടല്ലാതെ. കേൾക്കുന്നുണ്ടോ? ഖുറാഫി എന്നല്ല. അവിടെ ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ എന്നിട്ട് ഒരാളിൽ നിന്ന് ഇങ്ങനത്തെ സംഭവം ഉണ്ടായി. അയാളെ കാണുന്ന ചുമരൊക്കെ ചുംബിക്കാണ്, അയാൾ അവിടുന്ന് കരയാണ്. അയാൾ റസൂലിനോടും സ്നേഹമുള്ള ആളായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കേട്ടോ? ഫഹുബ്ബുഹു അൽ മിഅ്യാർ. കേട്ടോ? ഹാഫിദ് സഹബി പറയാ ഫഹുബ്ബുഹു അൽ മിഅ്യാർ, അയാളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും മാനദണ്ഡം ആ ഹുബ്ബാകുന്നു. ആ സ്നേഹമാണ് വിജയത്തിന്റെ കാരണം. അതാണ് അളവുകോല്. അവിടെ ചെന്ന് എന്ത് കാട്ടിയില്ല അതല്ല പ്രശ്നം. ഖൽബിൽ ഹുബ്ബുണ്ടോ ഹുബ്ബില്ലേ, അതാണ് പ്രശ്നം. ഹുബ്ബാണ് വിജയത്തിന്റെ അളവുകോൽ. വൽ ഫാരിഖു ബൈന അഹ്ലിൽ ജന്നതി വ അഹ്ലിൻ നാർ, നരകക്കാരെയും സ്വർഗക്കാരെയും വേർതിരിച്ചറിയാനുള്ള അടയാളവും വേർതിരിക്കുന്ന കാര്യവും അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കുന്ന ഈ ഹുബ്ബാണ്. അതുകൊണ്ട് റസൂലുള്ളാന്റെ ഖബറിൽ വന്നിട്ട് അവിടുത്തെ ചുമരുകൾ ചുംബിക്കുകയോ അവിടെ നിന്ന് കരയുകയോ അവിടെ നിന്ന് പൊറുതികേട് കാണിക്കുകയോ അവിടെ വെച്ചുകൊണ്ട് അട്ടഹസിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് സ്നേഹത്തിന്റെ അടയാളമാണ്. ആ സ്നേഹമാണ് ഒരു മനുഷ്യന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അള്ളാഹുവിനോടുമുള്ള സ്നേഹമാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അളവുകോൽ. അതുകൊണ്ട് വൽ ഫാരിഖു ബൈന അഹ്ലിൽ ജന്നത്തി വ അഹ്ലിൻ നാർ, സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിച്ചറിയാനുള്ള അളവുകോൽ അതാണ്. ഇനി ചിന്തിക്ക്. സലാം സുല്ലമി, എന്തിനാ നിങ്ങൾ മദീനത്തേക്ക് പോയത് മക്കത്തുനിന്ന്? ഞാൻ അഷ്റഫ് മൗലവിനെ കാണാന്. വൽ ഫാരിഖു ബൈന അഹ്ലിൽ ജന്നത്തി വ അഹ്ലിൻ നാർ. കേൾക്കുന്നുണ്ടോ? ഇത് ഞങ്ങളല്ല പറയണത്. ഇതാരാ പറയണത്? ഇബ്നു തൈമിയ്യ. ചെല്ലല്ല, സ്നേഹം കൂടി അങ്ങനെയൊക്കെ കാട്ടും ചില ആൾക്കാര്. അവിടെ ചെന്ന് ചുമര് മുത്തും, കണ്ടാ, അവിടെ ചെന്ന് കരയും, അവിടുന്ന് അട്ടഹസിക്കും, ഇതൊക്കെ ചെയ്യും. അവിടെ ചെന്ന എന്തൊക്കെ പൊറുതികേട് കാണിക്കും. ഇത് സ്നേഹത്തിന്റെ ഭാഗമാണ്. ഈ സ്നേഹമാണ് സത്യത്തിൽ സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിക്കുന്നത്. ഇതാണ് ഹാഫിദുൽ ദഹബി പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും പൊന്നാര ചങ്ങായിമാരെ, മദീനത്തേക്ക് ടൂറ് പോകാന്ന് പറഞ്ഞ നിങ്ങളെ കൽബിൽ എന്ത് സ്നേഹമുള്ളത്? എന്തെങ്കിലും സ്നേഹമുണ്ടോ? മാത്രമല്ല, ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ പ്രകടനം ഒരാളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആക്ഷേപിക്കുന്നത്? അതുകൊണ്ട് ഹാഫിദുൽ ദഹബിയുടെ ഈ ഇബാറത്ത് നിങ്ങളൊന്ന് വായിക്കണം. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാകണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇങ്ങനെ പറഞ്ഞ് സ്വഹാബത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് മുസ്ലിം ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്, മറ്റു മഹാന്മാരെ ഖബറിന് കൊടുത്ത സ്ഥാനങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അതിന്റെ കുറെ സംഭവങ്ങൾ. ഇനി കേട്ടോ വേറൊന്ന്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് ഇബ്നു ബത്താൽ എഴുതിയ ശറഹ്, അതിൽ പറയാ വഖാലത്ത് തബരി, കേട്ടോ, ഫി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതലാഇനൈനി ബിത്തലാഉനി ഫിൽ മസ്ജിദ് ദലീലുൻ അലാ അന്നഹു യൻബഗി ലികുല്ലി ഹാകിമിൻ മിൻ ഹുക്കാമിൽ മുസ്ലിമീന അൻ യസ്തഹ്ലിഫ കുല്ല മൻ അറാദ ഇസ്തിഹ്ലാഫഹു അലാ അളീമിൻ മിനൽ അംരി കൽ ഖുസാമത്തി അല അദ്ദമി വഅലൽ മാലി ദിൽ ഖദ്രി വൽ ഖത്റിൽ അളീം വനഹ്വി ദാലിക ഫിൽ മസാജിദിൽ ഇളാം. കേട്ടോ, തബരിയാണ് പറയുന്നത്. ഇബ്നു ജരീർ തബരി പുതിയ കാലക്കാരനല്ല, ഏറ്റവും പ്രാമാണികനായ മുഫസ്സിർ, ഖുർആൻ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ജരീർ തബരി തങ്ങൾ പറയുന്നു. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലിആൻ നടത്തിയ ആളുകളെ സത്യം ചെയ്യിപ്പിച്ചപ്പോൾ പള്ളിയിൽ വെച്ചാണ് സത്യം ചെയ്യിപ്പിച്ചത്. പള്ളിയിൽ വെച്ച് സത്യം ചെയ്യാനാണ് കൽപ്പിച്ചത്. അങ്ങനെ കൽപ്പിച്ചതിൽ തെളിവുണ്ട്. എന്തിന് തെളിവുണ്ട്? ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ഒരു ഭരണാധികാരി, ഒരു ജഡ്ജി പ്രശ്നത്തിന് തീരുമാനമുണ്ടാക്കാൻ വേണ്ടി ഒരു പ്രധാന വിഷയത്തിൽ തർക്കം വരുമ്പോൾ പ്രതികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്ന, വാദിയെ കൊണ്ടോ പ്രതിയെ കൊണ്ടോ സത്യം ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ വന്നാൽ
എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ട് കേട്ടോ? ഫിൽ മസാജിദിൽ ഇളാം, വലിയ വലിയ പള്ളികളിൽ ചെന്ന് സത്യം ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ബാക്കി കേട്ടോ. ഫഇൻ കാന ബിൽ മദീനത്തി, അവര് മദീനയിലാണോ, ഈ രണ്ട് പ്രശ്നക്കാർ മദീനയിലാണോ, അവരെയാണ് സത്യം ചെയ്യിപ്പിക്കേണ്ടത്. എന്നാ എവിടുന്നാ സത്യം ചെയ്യിപ്പിക്കേണ്ടത്? ഫഇൻദ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, വേറെ ഏത് പള്ളിക്കെന്നാണെങ്കിലും, സാധാരണ പള്ളിക്കെന്നാണെങ്കിൽ സത്യം ചെയ്യിപ്പിക്കേണ്ടത് എവിടുന്നാ? അത് പള്ളിന്റെ മെമ്പർമെന്നാ സത്യം ചെയ്യിപ്പിക്കേണ്ടത്. മെമ്പർമെന്ന്, അല്ലെങ്കിൽ മെമ്പറിന്റെ അടുത്തുനിന്ന്, മെഹ്റാബെന്ന്, അതാണ് ഏറ്റവും ആദരിക്കപ്പെടുന്ന സ്ഥലം. അവിടുന്ന് സത്യം ചെയ്യിപ്പിക്കേണ്ടത്. മദീനത്തെ പള്ളിക്ക് മെഹ്റാബ് ഉണ്ട്, മെമ്പർ ഉണ്ട്. പക്ഷെ മദീനത്ത് ആദരിക്കപ്പെടേണ്ട അതൊന്നുമല്ല. അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറു ഷരീഫാണ്. അതുകൊണ്ട് ഏറ്റവും ബഹുമാനാർഹമായ സ്ഥലം ഏതാണോ അവിടുന്ന് ആ സത്യം ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ മദീനത്താണോ? ആദ്യം മദീനയെ പറയണത്. മദീനത്താണോ? ബിൽ മദീനത്തി ഫൈൻദ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബർ ഇങ്ങനെ സത്യം ചെയ്യിപ്പിക്കണം. വൈൻ കാന ബിമക്കത്ത, അവര് മക്കയിലാണോ? ഫബൈന റുക്നി വൽ മഖാമി, മഖാം ഇബ്രാഹിമിന്റെയും റുക്നുൽ അസ്വദിന്റെയും ഇടയിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കണം. കണ്ടോ? വൈൻ കാന ബി ബൈത്തുൽ മഖ്ദസി, ബൈത്തുൽ മഖ്ദസിലാണോ? വഫീ മസ്ജിദിഹാ, മസ്ജിദുൽ അഖ്സയിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കണം. കണ്ടോ? അങ്ങനെയാണ് പറഞ്ഞിട്ട് പറയാ. വേറെ ഏത് നാട്ടിലാണോ അവിടുത്തെ പള്ളിയില്, അവിടെ ആദരിക്കപ്പെടുന്ന സ്ഥലത്ത്, അവിടെ വെച്ചാണ് സത്യം ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ മദീനത്തെ പള്ളി, ആ പള്ളിന്റെ മെഹ്റാബ്, അവിടുത്തെ മിമ്പർ, അതിനേക്കാളൊക്കെ ആദരിക്കപ്പെടേണ്ട സ്ഥലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറു ഷരീഫാണ്. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ, സത്യം ചെയ്യാൻ വേണ്ടി ഉത്തരവിടേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ സത്യം ചെയ്യാൻ കൽപ്പിക്കേണ്ടത് മദീനത്താളോട് റസൂലുള്ളാഹിന്റെ ഖബറിങ്കലാണ്. ഇന്ന് ഖബറിങ്ങൾക്ക് സത്യം ചെയ്യാൻ പോയ വഹാബി എന്താ പറയാ? എന്താ പറയാ? അപ്പൊ ഇതാണ് നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഇത് ഒന്നും രണ്ടും വിഷയങ്ങളല്ല. ഞാൻ ഇന്ന് എത്ര വിഷയങ്ങൾ പറഞ്ഞു കണ്ടോ? എത്ര വിഷയങ്ങൾ പറഞ്ഞു. മാത്രമല്ല കേട്ടോ, ഈ പറഞ്ഞ മഹാന്മാരുടെ കിതാബുകളും അതിന്റെ അപ്പുറവും പരിശോധിക്കുമ്പോൾ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ വിഷയങ്ങളുണ്ട്. ഖബറിനെ ആദരിക്കുക, ആരാധിക്കല്ല. ആരാധന വേറെ, ആദരവ് വേറെ. മഹാന്മാരെ ആദരിക്കണോ? മഹാന്മാരുടെ ഖബറിനെയും ആദരിക്കണം. ആ ആദരവിന്റെ ഭാഗമായി താബികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറുകൾ സുഗന്ധം പുകയിപ്പിച്ചിരുന്നു എന്ന് തബറാനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ആരും മറക്കണ്ട. മനസ്സിലായോ? സത്യം ചെയ്യിപ്പിക്കണ ഈ ഖബറുകളാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു. മാത്രമല്ല, ടെൻഷൻ വരുമ്പോ എഴുന്നേറ്റ് പോയി ഖബർ ചുംബിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നുൽ മുൻഖിർ റളിയല്ലാഹു അൻഹുവിന് ശമനം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, ആ ഖബറിങ്ങ ചെന്നാൽ, റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ ചെന്നാൽ അവിടുത്തെ ചുമര് പിടിച്ച് ചുംബിക്കുന്നത്, അവിടെ അട്ടഹസിച്ച് കരയുന്നത്, അവിടെ പൊറുതികേട് കാണിക്കുന്നത്, അതാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞു. ആ സ്നേഹമാണ് വിജയത്തിന്റെ മാനദണ്ഡമെന്നും പറഞ്ഞു. ഇത് ഹാഫിദു ദഹബിയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് സ്വഹാബത്തിന്റെ കാലം മുതൽ ഇത്രയും കാലം വരെ, മാത്രമല്ല ഗസാലി ഇമാമിൽ നിന്ന് ഉദ്ധരിച്ചത് മറക്കണ്ട. ഓരോ നാട്ടിലും ഒരുപാട് ഖബറുകളുണ്ട്, മഹാന്മാരുടെ ഖബറുകളുണ്ട്. ആ മഹാന്മാരുടെ ഖബറുകളുടെ ഒക്കെ സ്ഥാനം ഒന്നല്ല. ആ ഖബറിൽ കിടക്കുന്ന മഹാന്റെ സ്ഥാനത്തിനനുസരിച്ച് ആ ഖബറിന്റെ സ്ഥാനം വ്യത്യാസപ്പെടും. ആ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവിടുത്തെ സിയാറത്തിന്റെ പുണ്യത്തിനും മാറ്റമുണ്ടാകും എന്നിവരെ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതടക്കം ഞാനിപ്പോൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഇനിയും കുറെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടി പറയാൻ ഇനിയിപ്പോ സമയമല്ല, നേരെ ഒരുപാടായി. ബുദ്ധിയുള്ളവർക്ക് ഇത്ര മതി. ഇല്ലേ? ബുദ്ധിയുള്ളവരെ ഇത്ര പോരെ? ബുദ്ധിയുള്ളവർക്ക് ഇത്ര പോരെ? ഇതൊക്കെ കേട്ടാലും, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാർ കുബൂരികളെ എന്ന് വിളിച്ചിരിക്കണ്. കണ്ടോ? എന്തിനാ കുബൂരികളെ എന്ന് വിളിക്കണത്? സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്കൽ എന്താ ചെയ്തത് അത് നമ്മൾ സ്വീകരിച്ചു. അതിനാണ് നമ്മളെ കുബൂരികളെ എന്ന് വിളിക്കണത്. വിളിച്ചോട്ടെ കേട്ടോ, നിങ്ങൾ വിളിച്ചൂടെ. കുബൂരികളെ എന്ന് വിളിക്കണത് എന്തിനാ? സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങ ചെയ്ത, താബീങ്ങൾ ചെയ്ത, ഇക്കാലം വരെയുള്ള മുസ്ലിം ഉമ്മത്തിലെ ഇമാമിയങ്ങൾ ചെയ്ത അക്കാര്യം ഞങ്ങൾ സ്വീകരിച്ചതിന്റെ പേരിലല്ലേ നിങ്ങൾ ഖുബൂരികളെ എന്ന് വിളിച്ചത്? നിങ്ങൾ വിളിച്ചോളൂ കേട്ടോ, നിങ്ങൾ വിളിച്ചോളൂ. ഹാഫിദ് ദഹബിയുടെ ഇബാറത്തെങ്കിലും ഒന്ന് നോക്കിക്കോ. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്നേഹത്തിന്റെ മിഅ്യാറാണ്, സ്നേഹത്തിന്റെ അലാമത്താണ്. ആ സ്നേഹമാണ് വിജയത്തിന്റെ മിഅ്യാർ. ഇതാണ് ഹാഫിദ് ദഹബി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല
നമ്മെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള, ഖൽബ് വെളിച്ചമുള്ള, ഖൽബിന് വിശാലതയുള്ള നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിശുദ്ധമായ ഖബറു ഷരീഫിന്റെ സമീപത്ത് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ പലതവണ സിയാറത്ത് ചെയ്യാനും അവിടുത്തെ സ്നേഹം വാങ്ങാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വലിയ വലിയ മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽ പലരെയും നമ്മൾ അറിയാത്തവരാണ്, പലരെയും നമ്മൾ അറിയുന്നവരാണ്. അവരെയൊക്കെ സിയാറത്ത് ചെയ്യാനും അവരെ സ്നേഹിക്കാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും ആ മഹാന്മാരെ പിൻപറ്റി ജീവിക്കാനും സർവാധിപനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ അതുകൂടി പറയട്ടെ. ഇമാം ബുഖാരിയുടെ ഹദീസ് കാണാം, അൽ മർഉ മഅ മൻ അഹബ്ബ. കേട്ടോ, അൽ മർഉ മഅ മൻ അഹബ്ബ. ഓരോ മനുഷ്യനും അവൻ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ്. ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ്. കേട്ടോ, ഉസാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുആവിയ തങ്ങളോട് പറഞ്ഞില്ലേ, മുആവിയ തങ്ങളോട് മർവാനോട് എനിക്ക് ഓർമ്മയില്ല, എന്തേ റസൂലുള്ളാഹിന്റെ ഖബറിന്ന് ഇങ്ങനെ ദ്വാരക്കുക. അപ്പൊ പറഞ്ഞതാ എന്ത്, അതിന്റെ അടുത്തുനിന്ന് നിസ്കരിച്ചപ്പോ ഖബറിന്റെ ഖബറിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് നിസ്കരിക്കാം. അപ്പൊ അങ്ങനെ ഖബറിലേക്ക് തിരിഞ്ഞ് ഖബറിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തത്തഖിദു ഖുബൂറ അംബിയാഹിം മസാജിദ. അതുകൂടി പറയണല്ലോ കൂട്ടത്തില്. ഖബർ പള്ളിയാക്കരുത് എന്നാ പറഞ്ഞത്. മസാജിദ് എന്നതാ സുജൂദ് ചെയ്യണ സ്ഥലം. ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് സുജൂദ് ചെയ്യണത് ഹറാമാ. റസൂലുള്ളാഹിന്റെ ഖബറിലും അമ്പിയാക്കളെ ഖബറിലും ചെന്ന് നിസ്കരിക്കുന്നത് ഹറാമാന്ന മസാല പറയാത്ത ഷാഫി മദ്ഹബിലെ കിതാബ് ഏതാ ഉള്ളത്? മനസ്സിലായോ? അപ്പൊ അവിടെ ചെന്ന് സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനും പാടില്ല. ഏതെങ്കിലും വിവരമില്ലാത്ത ആൾ അവിടെ വന്ന് സുജൂദ് ചെയ്താൽ ഖുറാഫിയെന്നും പിടിച്ച് നെഞ്ഞത്ത് പിടിച്ച് അടിക്കണം എന്നല്ല പറഞ്ഞത്, കോളർ പിടിച്ച് വലിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെന്താ, അയാളോട് ഫയുഅല്ലമു ബിരിഫ്ഖിൻ, സൗമ്യമായി പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല ഹബീബേ എന്ന് പറഞ്ഞിങ്ങനെ പുറത്ത് കൊട്ടി പറഞ്ഞു കൊടുക്കണം. മനസ്സിലാണ്ട? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളി നിങ്ങള്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. അതുകൊണ്ട് അൽ മർഉ മഅ മൻ അഹബ്ബ എന്നാണ്. ആ സ്നേഹമാണ് ഉണ്ടാകേണ്ടത്. സ്നേഹം ഉണ്ടായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ സ്നേഹം എന്താണെന്നറിയാത്തവർക്ക് സ്നേഹമുണ്ടായാൽ എന്തുണ്ടാകുമെന്ന് തീരെ അറിയില്ല. കേട്ടോ, സ്നേഹം എന്താണെന്നറിയാത്തവർക്ക് സ്നേഹമുണ്ടായാൽ എന്തുണ്ടാകുമെന്ന് ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് തന്നെ സ്നേഹമില്ലാത്തതിന്റെ അടയാളങ്ങൾ ഒരുപാട് കാണാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരും ദിനങ്ങളിൽ ഓരോന്നിനും സന്ദർഭോചിതമായി നമുക്ക് വിവരിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കാനുള്ള ആളുകൾക്ക് ചോദിക്കാം. കേട്ടോ, സംശയം ചോദിക്കാനുള്ള ആളുകൾക്ക് ചോദിക്കാം. യാതൊരു വിരോധമില്ല. ചോദിച്ചോളൂ. കേട്ടോ, ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം, എന്റെ പ്രതീക്ഷയനുസരിച്ച് ഞാനിപ്പോൾ വിവരിച്ച കാര്യങ്ങൾ തന്നെ ഒരു സാധാരണക്കാരന്റെ തെറ്റിദ്ധാരണ മാറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന്റെ സൗരഭ്യം മനസ്സിലാക്കാനും മാത്രമല്ല പഴയകാല പണ്ഡിതന്മാരും ഇമാമിയങ്ങളും സ്വഹാബത്തും താബിയങ്ങളും ഒക്കെ നിന്ന വഴിയിലും അവരുടെ ആദർശത്തിലും ആരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനും പാകപ്പെട്ടതും മതിയായതുമാണെന്നാണ് എന്റെ വിശ്വാസം. ഇനിയും പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സംശയങ്ങളും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് കൈപൊക്കി ചോദ്യത്തിലേക്ക് വരാം. വിരോധമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമേ ഉള്ളൂ, വിരോധമല്ല എന്ന് മാത്രമല്ല സന്തോഷമേ ഉള്ളൂ. കേട്ടാ, അത് നമുക്കുള്ള അറിവപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇല്ലാത്തത് പഠിച്ചിട്ടും അന്വേഷിച്ചിട്ടും ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും രണ്ട് ലോകത്തും വിജയം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർറഹീമീനായ ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.